أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إنما أدعو ربي ولا أشرك به أحدا നബിയെ പറയുക, ഞാൻ എന്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോട് യാതൊരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല. KKP അബ്ദുള്ള കളവ് കെട്ടിച്ചമച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അബ്ദുള്ള പറയുകയും എഴുതുകയും ഡോക്യുമെന്ററിയിലൂടെയും ഇന്റർനെറ്റിലൂടെയുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യാജ ആരോപണങ്ങൾക്കും വികല വിശ്വാസങ്ങൾക്കും മറുപടി പറയുകയാണ് ഈ ഡോക്യുമെന്ററിയിലൂടെ. 10 വർഷങ്ങൾക്ക് മുമ്പ് സംഘടന പിളർന്ന സന്ദർഭത്തിൽ തന്റെ കൂടെയുള്ളവരെല്ലാം KNMന് അനുകൂലിച്ചപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെയായ ഈ മടവൂരിച്ചാരൻ തന്റെ കപടമുഖവുമായി ഇത്രയും നാൾ KNM പ്രവർത്തകരെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. സക്കരിയ സലാഹിയോടുള്ള വിരോധം കൊണ്ട് ഭ്രാന്ത് പിടിച്ച ഈ മടവൂരിച്ചാരൻ മുജാഹിദുകളെ ആശയക്കുഴപ്പത്തിലാക്കി മുതലെടുപ്പ് നടത്താൻ ചില ഗൂഢശക്തികളുടെ പിന്തുണയോടെ പുറത്തിറക്കിയ ക്ഷുദ്രകൃതിയെക്കുറിച്ച് പണ്ഡിതൻ ഹനീഫ് കായക്കൊടിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ വേദനാജനകമായ സംഭവങ്ങൾ 2000-ലുണ്ടായപ്പോൾ ജമിയത്തുൽ ഉലമ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാകും. ആ സംഭവം മണിക്കൂറുകളോളം ഇരുന്ന് തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്ത സന്തോഷത്തോടെ മുഴുവൻ പണ്ഡിതന്മാരും പിരിഞ്ഞുപോയി. പക്ഷേ ആ പണ്ഡിതന്മാർ അടങ്ങിയിരുന്നെങ്കിലും, ആ പണ്ഡിതന്മാരുടെ മനസ്സിൽ സമാധാനമുണ്ടായെങ്കിലും പിശാചിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥതയായിരുന്നു മനസ്സിലുണ്ടായത്. പിശാചിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്നു, തീരുമാനങ്ങൾ എടുത്തു. ജമിയത്തുൽ ഉലമ തീരുമാനം KNMനെ അറിയിച്ചു. KNM സർക്കുലറിലൂടെ അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചു. പക്ഷേ അന്ന് നീലപുസ്തകമാണ് പുറത്തിറങ്ങിയതെങ്കിൽ ഇന്ന് പിശാച് മഞ്ഞ പുസ്തകത്തിന്റെ രൂപത്തിൽ ഈ സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചില ആളുകൾ അതിന് അവതാരിക എഴുതാൻ, ചില ആളുകൾ പുസ്തകം പുറത്തിറക്കാൻ, ചില ആളുകൾ അബദ്ധമാണ് ഈ പുസ്തകം. ഈ പുസ്തകം എഴുതിയ ഒരു KKP അബ്ദുള്ള എന്ന് പറയുന്നയാൾ, അദ്ദേഹം ഈ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നത് ISM സംസ്ഥാന പ്രവർത്തക സമിതി അംഗമെന്നാണ്. അങ്ങനെ ഒരുപാട് പ്രവർത്തക സമിതി അംഗങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സെക്രട്ടറിമാരുണ്ടായിരുന്നു. ആദർശ വ്യതിയാനം സംഭവിച്ചപ്പോ ഈ സമൂഹം, ഇസ്ലാഹി ആദർശം നെഞ്ചേറ്റുന്ന സമൂഹം പെരടിക്ക് പിടിച്ച് സംഘടനക്ക് പുറത്തേക്കിട്ടതാണ് സെക്രട്ടറി പദവി, അതല്ലെങ്കിൽ പ്രവർത്തക സമിതി അംഗം എന്ന പദവി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്തും പറയാനുള്ള ലൈസൻസ് അല്ല. അവരുടെ പേരെഴുതിയിട്ടാണ് ചുവട്ട് എഴുതി വെക്കുക ISM സംസ്ഥാന പ്രവർത്തക സമിതി അംഗം. അങ്ങനെ പേരെഴുതി മടവൂരിയാണെങ്കിലും ISM സംസ്ഥാന പ്രവർത്തക സമിതി അംഗമെന്ന പേരെഴുതി വെച്ചത് കൊണ്ടൊരു മടവൂരി ഇല്ലാതാകുന്നില്ല. ആ ചിന്ത മടവൂരി ചിന്തയില്ലാതാകുന്നില്ല. ആ പേര് കൊണ്ട് ഈ തോന്നിവാസം ശരിയാവുകയില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ചില ആളുകൾ അങ്ങനെ വിചാരിച്ചു ISMന്റെ സംസ്ഥാന സമിതി അംഗം എന്ന് എഴുതി വെച്ചാൽ അയാൾ പിന്നീട് എല്ലാം ശരിയാകുന്നതാണ്. ശരിയാവില്ല, അത് ശരിയല്ല. മാത്രമല്ല, ഇപ്പൊ അങ്ങനെ ചില ആളുകൾ ക്യാമറമാൻ, KNM ക്യാമറമാൻ, അല്ലെ KNMന്റെ പരിപാടി ഷൂട്ട് ചെയ്യുന്ന ആള് KNM ക്യാമറമാൻ, KNMന്റെ സമ്മേളനത്തിന് ചോറ് വെച്ച KNM പണ്ടാരി, പിന്നെ 10 വർഷം KNM പണ്ടാരി. എന്ത് കഷ്ടായത്! മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൽ ഒരു ലേഖനം എന്താ, ഈ ലേഖനത്തിൽ എന്താ, പിന്നെ 100ാമത്തെ പേജിൽ നമ്മുടെ പ്രവർത്തക സമിതി അംഗം നമ്മുടെ ഒരു എഴുതിയ ബുക്ക്, അതിന്റെ 100ാമത്തെ പേജിൽ പറഞ്ഞു കേട്ടോളൂ. ദൂതൻ മന്ത്രിച്ച നൂലുകെട്ടി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ കണ്ണിൽ നിന്നും ധാരധാരയായി ഒഴുകിയ കണ്ണീർ നിന്നു എന്ന ഹദീസല്ല കേട്ടോ. രോഗം വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നും നിന്റെ ഉദ്ദേശം സഫലമാകാതിരിക്കട്ടെ എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതാണ് നാം മാതൃകയാക്കേണ്ടത്. അല്ലാതെ ദൂതൻ മന്ത്രിച്ച നൂലുകെട്ടി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ കണ്ണിൽ നിന്നും ധാരധാരയായി ഒഴുകിയ കണ്ണീർ നിന്നു എന്ന ഹദീസല്ല. ചരട് കെട്ടിയാൽ രോഗം മാറില്ലെന്ന ഹദീസും ദൂതൻ മന്ത്രിച്ചാൽ കണ്ണീര് നിൽക്കുമെന്ന ഹദീസും സഹിഹായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാം സഹിയായ ഹദീസ് എന്ന നിലക്ക് എല്ലാ ബഹുമാനവും നൽകി അത് കിതാബിൽ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിക്കാനേ നിർവാഹമുള്ളൂ.
ഇരുന്നോട്ടെ, അത് ചെയ്യാനുള്ള ഒരു കിതാബിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കാനും നിർവാഹമുള്ളൂ എന്ന് പറയാൻ ഇയാളാരാ? ഇയാളേതാ ഹലിമ? ഇയാളേത് ആലിമല്ലാമയാ? അത് കിതാബിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കാൻ നിർവാഹമുള്ളൂ. ഇയാൾ ഏത് ISM ആണ്? ഇയാൾ വിചാരിച്ച ISM എന്ന് എഴുതിയാൽ പിന്നെ അതൊക്കെ ശരിയാവുന്ന പറഞ്ഞത്. ISMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഹുസൈൻ അറിയോ? അവിടെ അയാളെ മുസ്ലിം ഇവിടെ മുജാഹിദിനെ സ്വീകരിച്ചോ? അയാളെ മുജാഹിദിനെ സ്വീകരിച്ചോ? ഖുർആനിനെ പറഞ്ഞപ്പോ സുന്നത്തിനെ പറഞ്ഞപ്പോ പുറംകാല് കൊണ്ട് ചവിട്ടി പുറത്താക്കി ഈ പുറത്താണെങ്കിൽ അദ്ദേഹത്തിന് പോകേണ്ടി വന്നതെങ്കിൽ ഇത് ഇസ്ലാമികമല്ല, ഇത് ഹദീസ് നിഷേധമാണ്, ഇത് ഹദീസിനെ പച്ചയായി പിച്ച് ചെയ്യുന്ന ജൂത സമ്പ്രദായമാണ്. ഇത് അംഗീകരിക്കാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല, ഒരു മുജാഹിദുകാരന് സാധ്യമല്ല. വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുസലാം സുല്ലമി ഷബാബിലൂടെ ഛർദ്ദിച്ച തിരുവ്യാഖ്യാന കസർത്തുക്കളാണ് KKP അബ്ദുള്ള എന്ന മടവൂരിച്ചാരൻ തന്റെ ഗവേഷണമെന്ന വ്യാജേന മഞ്ഞ പുസ്തകത്തിലൂടെ മുജാഹിദുകൾക്കിടയിലേക്ക് വലിച്ചിട്ടത്. ഈ പുസ്തകം നാടൊട്ടുക്ക് ഇന്ന് പ്രചരിപ്പിക്കുന്നത് മടവൂരികളാണ് എന്നത് തന്നെ ഇവർ തമ്മിലുള്ള രഹസ്യബന്ധം വിളിച്ചോതുന്നുണ്ട്. ഇത്രയും നീചമായ ഈ പുസ്തകം പുറത്തിറക്കാനും തന്റെ വികലമായ ഡോക്യുമെന്ററി KNM-നെ അനുകൂലിക്കുന്ന ചില പണ്ഡിതന്മാരെ നേരിൽ കാണിക്കുവാനും തന്നെ അകമഴിഞ്ഞ് സഹായിച്ചതാരാണെന്ന് തന്റെ സുഹൃത്തായ സാലിമിനോട് KKP തന്നെ തുറന്നു പറഞ്ഞ വാചകങ്ങൾ ശ്രദ്ധിക്കൂ. വളരെ വ്യക്തമായ ആധികാരികമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതുമാത്രമുള്ള സെലഫി നമ്മളെപ്പോലുള്ള പിള്ളേരെ കൊണ്ട് കളിപ്പിച്ചതും പിന്നെ പുറത്തുനിന്ന് ഉള്ളിൽ നിന്ന് കളിച്ചിട്ട് പുറത്തുനിന്ന് ഒന്നും അല്ലാത്ത ഒരു സംഘടനാ നേതാവ് മാത്രം ഒരു പരാതി സ്വീകരിക്കുന്ന ഒരു ജഡ്ജിയായിട്ട് അവിടെ ഇരുന്നതും അതുകൊണ്ടാണ്. കാമാണ് മൂപ്പരെ ഈ വിഷയത്തിൽ എവിടെയും സംസാരിച്ചിട്ടില്ല. ജിദ്ദയിൽ പണ്ട് സംസാരിച്ചതല്ലാതെ അത് കുടുംബം ചെയ്തു. അത് മാത്രം അതന്നെ ഒരു അത്രത്തോളം കളിച്ചു. പിന്നെ ഈ ശക്കരിയാനെ പുറത്താക്കാൻ നോക്കിയപ്പോ ഉണ്ടായിരുന്ന കോലാഹല അദ്ദേഹത്തിന് ഒരു പഠനമാണ്. പക്ഷെ ഇയാൾ വിചാരിച്ച് ഈ വിഷയത്തിൽ ഇനി കിട്ടിയെന്നാ വിചാരിച്ചേ. പക്ഷെ ഈ സ്പൈസിയും അധികാരമൊക്കെ ഉള്ള ടീമെല്ലാം ഇതിന് ഇടപെട്ടപ്പോ പൊളിഞ്ഞ് സെലഫിനെക്കാട്ട് വളർന്നു ജനങ്ങളുടെ ഇടയിൽ. സെലഫിനെ അറിയില്ല. ഈ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ സെലഫി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളുണ്ട്, അത് ആരായിരുന്നു ചോദിക്കും. അറിയുള്ളൂ. അല്ല അങ്ങനെ അല്ല, സെലഫി അബ്ദുറഹ്മാൻ സെലഫി എന്നുള്ള പേര് പറഞ്ഞാല് അങ്ങനെ ഉണ്ട് ഒരാള്. അയാൾ സെക്രട്ടറി ആണെന്ന് അന്ന് പോസ്റ്റർ കേട്ടിരുന്നല്ലാതെ മൂപ്പർ പണ്ഡിതനാണെന്നോ മൂപ്പർ ഇത്രമാത്രം ഈ സെക്രട്ടറിനെക്കാട്ടും വലിയ അറിവുള്ള ആളോ കഴിവുള്ള ആളോ സംഘടനാ കഴിവുള്ള ആളോ ഒന്നൊന്നും ഒരു 90% യുവാക്കൾക്ക് അറിയില്ല. അപ്പൊ ഈ വിഷയത്തിൽ ഞങ്ങളോട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇത് നേതാക്കന്മാരെ ഒരിക്കലും നമ്പരുത്, ഒരു നമ്മളെ കളിപ്പിച്ചിട്ടേ. അല്ല, ഈ സെലഫി ഇപ്പം കളിപ്പിച്ചതല്ല. അല്ല അല്ലേ? അല്ല അത് അയാൾക്ക് എന്തെന്ന് പറഞ്ഞാ ഈ ആയുധം നഷ്ടപ്പെട്ടവന്റെ കീഴടങ്ങൽ എന്ന് പറയല്ലേ, എന്നതുപോലെ കുരുതിയിട്ട് അവസാനം അയാൾ അത്രത്തോളം നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല, നമുക്ക് അനുഭവം ഉണ്ട്. എന്നുവെച്ചാല് മൂപ്പരെ എന്നെ കൊണ്ട് ഓരോരുത്തരെയും പിടിപ്പിച്ചിട്ട് ഞാനിങ്ങനെ പോകുമ്പോ ഓരോരുത്തരും MM മദനിന്റെ വീട്ടിലെത്തിയപ്പോ പറയുന്ന MM മദനി വിളിച്ചിട്ട് ആ പുറത്ത് ഗേറ്റിലുണ്ട് KKP നിൽക്കുന്നത്, നിങ്ങളെ കാണാൻ വന്നതാണ്. എന്നിട്ട് ഞാൻ നേരിട്ട് ചെന്ന് KKP ആണെന്ന് പറഞ്ഞ് ഏത് KKP എന്ത് KKP എന്തിനാ വന്നതെന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയും ചിലപ്പോ നമ്മൾ പറഞ്ഞൊന്നും കേൾക്കില്ല വരും. അങ്ങനെ നമ്മളെ വിളിക്കുകയും അവിടെ മറ്റേ ഇതിന്റെ ലൈബ്രറിയിൽ ഇരുത്തുകയും ചെയ്ത് പുളിക്കല്ല്. എന്നിട്ട് അവിടുന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന CD അരമണിക്കൂറിലധികം നമ്മളുടെ ലാപ്ടോപ്പിൽ വെച്ച് കാണുകയും ഞങ്ങൾ പറയുന്നത് മുഴുവനും കേൾക്കുകയും എഴുതി വെക്കുകയും ചെയ്തു. ഇത് ചിലക്ക് എമ്മത് ഞങ്ങൾ പറഞ്ഞത് കേൾക്കാൻ ഇയാള് സന്നദ്ധനായത് പടച്ചോനെ പഠിച്ചിട്ടൊന്നല്ല, സലഫി പറഞ്ഞപ്പം സ്വീകരിച്ചതാ. അങ്ങനെ തന്നെ AP-ന്റെ അടുത്ത് പോയപ്പോ ബസ്സിൽ AP-ന്റെ അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞത് ഇയാൾ ഇടപെട്ടിട്ടാണ്. AP-ന്റെ അടുത്ത് പോയപ്പോ ഓരോ സ്ഥലത്തുനിന്നും നമ്മൾ എത്തുന്ന എവിടെത്തി ഇങ്ങനത്തെ വിളിക്കും, അവിടെ എത്തി അന്ന് നിങ്ങൾ പോയിക്കോളൂ, വേറെ ആരുമില്ല അവിടെ എന്ന് വരെ ഫോണിൽ നിരന്തരം വിളിച്ചിട്ട് 10-40 പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുത്തിയതൊക്കെ, അതായത് എല്ലാ പ്രവർത്തി ഞാൻ നിങ്ങളോട് ആരോടും എല്ലാം പറയാൻ കഴിയുന്ന വെച്ച് പറയാറില്ല.
അടുത്ത് ഈ വിഷയത്തിൽ വളരെ ഇൻവോൾവ് ആയിരുന്നു, നമ്മളെക്കാളും താല്പര്യം ഉണ്ടായിരുന്നു, നമ്മളെക്കാളും ശ്രമിച്ചിരുന്നു. ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് വർക്ക്. ശരി. അല്ല, ഞാൻ വിചാരിച്ചെന്താന്നോ, നിങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ല നിങ്ങൾ പറഞ്ഞല്ലോ സലഫിനോട്. എങ്ങനെ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടലില്ല, ഫോണിലോ സംസാരിക്കും മടിയാണെന്നൊക്കെ പറഞ്ഞു. അത് മൂപ്പരുടെ ഒരു ഇതാണ്, നേരിട്ട് പറയാന്നുള്ളത്. മൂപ്പർക്ക് ആരെയും അത്ര വിശ്വാസമില്ല നിലക്കാണ്. പിന്നെ മൂപ്പരത് പറയണ്ട്, ഫോണിൽ പറയണ്ടില്ല, ഫോൺ ചോർത്താൻ വരെ ചെയ്യാലോ. അല്ല, മൂപ്പര് നിങ്ങളോടോ ഇങ്ങനെ വിളിച്ചിരുന്നതോ ഒപ്പമുള്ള ആളുകളോടോ? എങ്ങനെ നിങ്ങളാ വിളിച്ചിരുന്നത് അതോ ഒപ്പമുള്ള ആളുകളോ നിങ്ങളെ കാണാൻ പോകുമ്പോ? ഇല്ല, മൂപ്പര് ഇങ്ങോട്ട് വിളിക്കലാണ്. നമ്മളെ ഇവിടുത്തെ ബന്ധപ്പെട്ട പിന്നെ പയ്യന്നൂർ ടീമും ഞങ്ങളെല്ലാം പോകുമ്പോ ഞങ്ങൾ ഇടയ്ക്ക് എന്നൊക്കെ ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. പക്ഷെ നേതാക്കളെല്ലാം വിളിച്ച് ഒരിക്കലും അവരതിന് സമയം കണ്ടെത്തലൊക്കെ മൂപ്പരുടെ ഇതായിരുന്നു. അല്ലാതെ നമ്മൾ പോയ ഈ 50-60 പണ്ഡിതന്മാരെ മുഴുവനായിട്ട് കാണാൻ കഴിയുമോ? എന്നെ പോലും ഒഴിവാക്കാത്തൊരു വിഷയം ഇതാണ്. പരസ്യമായിട്ട് ഞങ്ങള് KJUവിന്റെ സംയുക്തമായിട്ടുള്ള കൗൺസിലിൽ വെച്ചിട്ട് ഈ CD വിതരണം ചെയ്തില്ലേ? എതിർത്തോ? എതിർത്ത പോലെ ഒന്ന് സംസാരിച്ചു അല്ല, ഈ TP ID എടുത്തതാ, എതിർക്കുകയാണ്. അതുപോലെ തന്നെ ഇത് പറയപ്പെട്ട ആളുകൾക്കെതിരെയും എന്ത് വേണം, നടപടി വേണമെന്ന് പറഞ്ഞത്. എന്നാ പറയപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ സെക്രട്ടറിയല്ലേ, സെക്രട്ടറിക്ക് നടപടി വന്നാല് കഴിഞ്ഞില്ലേ പരിപാടി. പിന്നെ സലഫി ഉണ്ടാക്കിയ ഒരു സംവിധാനമായിരുന്നു, ഈ സലഫി അനിയലും കൂടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നല്ലോ മറ്റേ എന്തെന്നാണ് സലഫി മൻഹജ്. അതൊരു സത്യത്തിൽ പറഞ്ഞാൽ അതൊരു മൂർഖം പാമ്പാ. പറഞ്ഞല്ലോ. അല്ല, അതിന്റെ കെണി എന്താന്ന് ഇപ്പാണ് ഇവര് തിരിച്ചത്. എന്താന്ന് വെച്ചാല് അത് മടവൂരികൾ അടിക്കാനുള്ള ഒരു നല്ലൊരു വടി എന്നുള്ളവർക്ക് ഇവര് സ്വയം സൃഷ്ടിച്ചൊരു സംഭവമാണ്. ഏതൊരു മുജാഹിദ് പ്രവർത്തകനെയും ഞെട്ടിപ്പിക്കുന്നതും അവിശ്വസനീയമെന്ന് തോന്നാവുന്നതുമായ ഈ ഗൂഢതന്ത്രം പുറത്തറിഞ്ഞതോടെ അത് തിരുത്തി പറയാൻ KKPക്കുമേൽ ആരോ സമ്മർദ്ദം ചെലുത്തിയതാണോ ആവോ? ഏതായാലും തരം താഴ്ന്ന ശൈലിയിൽ ആരോ എഴുതിക്കൊടുത്ത വരികളിലൂടെ ഈ മടവൂരിച്ചാരൻ നടത്തിയ 7 അങ്കിട കുമ്പസാരമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. സാലിം എന്ന വ്യക്തിയോട് KKP അബ്ദുള്ള എന്ന ഞാൻ മൊബൈൽ ഫോണിൽ യാതൊരു തത്വദീക്ഷയുമില്ലാതെ കുറെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അത് റെക്കോർഡ് ചെയ്ത് സാലിം മുജാഹിദുകളെ ഒന്നടങ്കം കൽപ്പിക്കാൻ ശ്രമിച്ചു. ആ സൗണ്ട് ക്ലിപ്പ് കേൾക്കാനിടയായ മാന്യരായ മുജാഹിദുകളോട് വിനയത്തോടെ. നിരന്തരം സാലിം എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു. സലഫി മൻഹജ് കേന്ദ്രമുണ്ടാക്കിയ ഒരു മദ്ഹബാണെന്ന വാദം മടവൂരികളാണ്. സലഫി സൃഷ്ടിച്ചതാണ് സലഫി മൻഹജെന്ന എന്റെ പരാമർശം പരമാബദ്ധമാണ്. സക്കരിയയും കൂട്ടരും പച്ചയായ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചിട്ടും അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ള നേതൃത്വം കടുത്ത നടപടിയെടുക്കാൻ തയ്യാറാവാത്തതാണ് സലഫിയോടും മുജാഹിദ് നേതാക്കളോടും കടുത്ത വെറുപ്പിനും അമർഷത്തിനും വഴിവെച്ചത്. ധാർമ്മിക രോഷം കൊണ്ട് കണ്ണു കാണാത്ത ഒരവസ്ഥയിലായിരുന്നു അന്ന് ഞാൻ. അബ്ദുറഹ്മാൻ സലഫിയെ പോലുള്ള പണ്ഡിത നേതാക്കൾ സക്കരിയ സലാഹിക്കെതിരെ പരസ്യമായി രംഗത്ത് വരാത്തതും എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു. ഒരു വേള സലാഹിയേക്കാൾ ഞാൻ സലഫിയെ വെറുത്തുകൊണ്ടാണ് ഇങ്ങനെ കുറെ ജൽപ്പനങ്ങൾ നടത്തിയിരുന്നത്. മുജാഹിദ് സെന്ററിൽ സലഫി ഗ്രൂപ്പ് യോഗം വിളിച്ചു എന്നും സലഫി എന്നെ പോലെയുള്ള കുട്ടികളെ കൊണ്ട് ഗ്രൂപ്പ് കളിപ്പിച്ചു എന്നും തുടങ്ങുന്ന മുഴുവൻ വർത്തമാനങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ ആരോപണങ്ങളും വാസ്തവവിരുദ്ധമാണെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ സത്യം ചെയ്തുകൊണ്ട് ഉറപ്പിച്ചു പറയുകയാണ്. പനിപിടിച്ച് കിടക്കുന്ന വേളയിൽ ഞാൻ പറഞ്ഞുപോയ പിച്ചുംപയും വലിയ കാര്യമായി സാലിം എന്ന പാണ്ടിക്കാട്ടെ വ്യക്തി ചോർത്തിയെടുത്ത് ചാരപ്പണി ചെയ്തപ്പോൾ അത് മുജാഹിദുകൾക്കിടയിൽ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണയും പ്രശ്നവും ഇത്രമാത്രം ഗുരുതരമാകുമെന്ന് എനിക്കന്ന് വിചാരിക്കാൻ സാധിച്ചിരുന്നില്ല. മാത്രം തീർക്കാനാവാത്ത പ്രശ്നങ്ങളാണ് ആ ക്ലിപ്പ് ഉണ്ടാക്കിയത് എന്ന് ആവർത്തിച്ച് ക്ലിപ്പുകൾ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ മനസ്സിലാകുന്നു. സ്വലാഹിയുടെ അന്ധവിശ്വാസങ്ങൾക്കെതിരിൽ സലഫി പരസ്യമായി രംഗത്ത് വരാത്തത്
തന്നെ രോഷം കൊള്ളിച്ചുവെന്നും ആ രോഷം തനിക്കൊരു ഭ്രാന്തായി മാറിയെന്നും പനി പിടിച്ചപ്പോൾ താൻ പിച്ചും പേയും പറഞ്ഞതാണെന്നുമുള്ള KKPയുടെ ഗതികെട്ട കുമ്പസാരമാണ് നിങ്ങൾ കേട്ടത്. സാലിമിനോടുള്ള സംഭാഷണത്തിൽ സലഫിയെക്കുറിച്ച് താൻ പറഞ്ഞതൊക്കെ കളവും സക്കരിയ സലാഹിയെക്കുറിച്ച് പ്രചരിപ്പിച്ചത് മുഴുവൻ സത്യവുമാണെന്ന് വിശ്വസിക്കാൻ KKP രോഷം കൊണ്ട് ഭ്രാന്ത് പിടിച്ച മടവൂരിച്ചാരന്മാരല്ലല്ലോ കേരളത്തിലെ മുജാഹിദുകൾ. സലഫിയാകട്ടെ സലാഹിയാകട്ടെ പറയുന്ന കാര്യങ്ങൾ പ്രാമാണികവും സച്ചരിതരായ സലഫിന്റെ മാർഗവും അനുസരിച്ചല്ലെങ്കിൽ അവരെ അന്ധമായി അനുകരിക്കേണ്ട ബാധ്യത മുജാഹിദുകൾക്കില്ല എന്നാണ് സലഫിയും സലാഹിയും മുജാഹിദുകളെ പഠിപ്പിച്ചത്. എന്നാൽ യാതൊരു എതിർപ്പും കൂടാതെ KNM കൗൺസിലിൽ വിതരണം ചെയ്തുവെന്ന് KKP തന്നെ അവകാശപ്പെടുന്ന ഡോക്യുമെന്ററിയുടെ വിശകലനത്തിലേക്ക് ഇനി നമുക്ക് പ്രവേശിക്കാം. ആദ്യമായി ഡോക്യുമെന്ററിയുടെ തലവാചകം ഒന്ന് ശ്രദ്ധിക്കൂ. തീർത്തും ഗുണകാംക്ഷയോടെ പ്രസ്ഥാനത്തെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരുപറ്റം KNM പ്രവർത്തകർ തയ്യാറാക്കിയ ഈ വീഡിയോ ദൃശ്യങ്ങൾ സസൂക്ഷ്മം പഠിച്ച് വിലയിരുത്തി അന്തിമമായ പരിഹാരം കാണണമെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാഹി നേതാക്കളോടും പണ്ഡിതരോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്നാൽ പ്രസ്ഥാനത്തെക്കാളും അതിന് നേതാക്കളെക്കാളുമേറെ ആശയാദർശങ്ങളെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഇസ്ലാഹി കൂട്ടായ്മയുടെ ശബ്ദമാണ് MT വിഷൻ പ്രതിനിധാനം ചെയ്യുന്നത്. ഹനീഫ് കായക്കൊടിയും അനസ് മൗലവിയും ഖുറാഫികളുമായി നടത്തിയ സംവാദ വ്യവസ്ഥകൾ പോലും തെറ്റിദ്ധരിപ്പിച്ച് മുജാഹിദ് മൗലവിമാർ ഷിർക്കിലേക്ക് നയിക്കുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഈ മടവൂരിച്ചാരൻ പുറത്തിറക്കിയ ഡോക്യുമെന്ററിയിലെ പ്രധാന ആരോപണവും ഒപ്പം അനസ് മൗലവിയുടെ വിശദീകരണവും കേട്ട് നിങ്ങൾ സ്വയം ഈ കുതന്ത്രക്കാരനെ തിരിച്ചറിയുക. ബദരിങ്ങളെ കാക്കണേ, മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നിങ്ങനെ അള്ളാഹുവല്ലാത്ത മറ്റാരോടും അവർ ജിന്നാകട്ടെ മലക്കാകട്ടെ സഹായം തേടൽ ഷിർക്കാണെന്നായിരുന്നു നമ്മുടെ ഇതുവരെയുള്ള വിശ്വാസം. എന്നാൽ ഈ ആശയത്തിൽ നിന്നും നാം പുറകോട്ടു പോയോ? ഈ അടുത്ത് സുന്നികളുമായി നടന്ന 2 സംവാദ വ്യവസ്ഥകളിലെ അവരുടെ വെല്ലുവിളികൾ ഒന്ന് സശ്രദ്ധം ശ്രവിക്കുക. ആ വാദം നിങ്ങളുടെ മർമ്മത്താണ് പിടിച്ചിരിക്കുന്നത് എന്ന ബോധം കൊണ്ടാണ് മൗലവി ഉരുണ്ടു കളിക്കുന്നത്. ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു, ഇപ്പൊ ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒറ്റ വ്യത്യാസമുള്ളൂ. അവിടെ ഇപ്പൊ തർക്കിരിക്കുന്നത്. നാം ഇപ്പോൾ കണ്ടത് മട്ടാഞ്ചേരി സംവാദ വ്യവസ്ഥയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ്. ജിന്നെ മലക്കെ സഹായിക്കണേ, ഇത് ഷിർക്കാണോ അല്ലയോ എന്നാണ് സുന്നികൾ ചോദിക്കുന്നത്. ജിന്നിനോട് സഹായം തേടാമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. മട്ടാഞ്ചേരിയിൽ ഒരു സംവാദത്തിന് വ്യവസ്ഥ എഴുതി, അങ്ങനെ വാദപ്രതിവാദത്തിന് വിഷയം എഴുതിയിട്ട് കരാർ നിശ്ചയിക്കുവാൻ വേണ്ടി ഒരു വീട്ടിൽ കൂടിയപ്പോ ചില അഹ്സരിമാരാണ് കരാർ എഴുതാൻ വേണ്ടി വന്നത്. അവർക്ക് ആ വാദപ്രതിവാദ വിഷയത്തിൽ തന്നെ താല്പര്യമില്ല. വാദപ്രതിവാദ വിഷയത്തിൽ തന്നെ താല്പര്യമില്ല. ആ ഘട്ടത്തിൽ അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഇത് പറയാൻ അവകാശമില്ല, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് തെന്നിപ്പോയവരാണ്. അള്ളയല്ലാത്തൊരു പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ്, ജിന്നോട് സഹായം തേടാമെന്ന് പറയുന്നവരാണ്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് മാറ്റമുണ്ടായിട്ടില്ല, എഴുതാൻ തയ്യാറുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു വന്ന നിലപാട്, ആ നിലപാടിൽ നിന്ന് വരെ മാറ്റമുണ്ടായിട്ടില്ല, ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് തെളിയിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവിടെ വെച്ചുകൊണ്ട് ശക്തമായി പറഞ്ഞു. ഈ വിഷയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്കാലത്തും മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ള വാദം അത് ഇവിടെയും ഞങ്ങൾ ആവർത്തിക്കുകയാണ്. മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്നാണ് മുജാഹിദുകളുടെ വാദം. ആ വിഷയത്തിൽ മുജാഹിദുകൾക്ക് പറയാനുള്ള വാദം അതാണ്. അതെ, ആ വാദം അത് പറയാനുള്ള മുഴുവൻ അധികാരവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വാദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് വന്നതോടെ അത് ശരിയാണ് എന്ന് നിങ്ങൾ തന്നെ അറിയാതെ പറഞ്ഞു പോകും. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വിഷയം ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതെ, മാറിയോ ഇല്ലേ എന്നത് അവിടെ തെളിയിക്കുക. ഞങ്ങൾ എന്താണോ മുമ്പ് പറഞ്ഞത് അതിന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. മാറിയിട്ടില്ല എന്ന് ഞങ്ങളാണ് പറയുന്നത്. ഞങ്ങൾ മാറി എന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ നിങ്ങളുടെ അരികിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാം. തീർച്ചയായും ഞങ്ങൾ മാറിയിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടാണ് എക്കാലത്തും മുജാഹിദുകൾ എഴുതിയ വാദം ഒരു മാറ്റവുമില്ലാതെ മാറി എന്ന് നിങ്ങൾ വിചാരിക്കുന്നു, മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു
എന്നല്ലാതെ മാറിയിട്ടില്ല എന്ന് പറയാനും തെളിയിക്കാനുമുള്ള ആർജവം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് മൊഹീദ്ദീൻ ശേഖ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന എക്കാലത്തെയും മുജാഹിദുകളുടെ വാദം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആ വാദം നമുക്ക് ചർച്ച ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ എന്തായാലും ആ വാദത്തിൽ നിന്ന് നിങ്ങൾ അറിയാതെ മാറിപ്പോകും. അതുകൊണ്ട് തന്നെ വിഷയത്തിന്റെ മർമ്മത്ത് വന്ന് അത് ചർച്ച ചെയ്യുക. ഞങ്ങളെ വാദം നിങ്ങൾ എഴുതി. ഇതിന് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് പറയും? എതിർവാദമാണ്. ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാകേണ്ടതില്ല. ഞങ്ങൾ മാറിപ്പോകില്ല എന്നുള്ളത് അത് സൂക്ഷിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. അതിലൊട്ടും നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞങ്ങളുടെ വാദം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ബേജാറ് തുടങ്ങി എന്നതുകൊണ്ടാണ് നിങ്ങൾ മാറിപ്പോകും. അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാകേണ്ടതില്ലല്ലോ. ഞങ്ങൾ മാറിക്കിട്ടാനാണല്ലോ നിങ്ങൾ ഈ വന്നത്. എന്നിട്ട് പിന്നെ നിങ്ങൾ മാറിപ്പോകും. ഞങ്ങൾ മാറാതിരിക്കുകയല്ലല്ലോ നിങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ മാറുകയാണ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ നിങ്ങൾ എന്തിനാ ഞങ്ങൾ മാറിപ്പോകുന്ന പറഞ്ഞ് ബേജാറാകുന്നത്? നിങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾ മറ്റു വല്ലതും എഴുതുന്നതാണ്. ഞങ്ങൾക്ക് പണ്ട് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്ന് എഴുതാം എന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾ ഇങ്ങനെ എഴുതി, ഈ വാദത്തിൽ നിന്നും ഇതുപോലുള്ള മറ്റു വാദങ്ങളിൽ നിന്നും ഞങ്ങൾ പിന്മാറിയിട്ടില്ല, അങ്ങനെ എഴുത്. അതല്ലാതെ നിങ്ങൾ ഏതോ പഴയ കാലത്തുള്ള എല്ലാ കാര്യങ്ങളും അല്ല ഇവിടെ ചർച്ച ചെയ്യണത്. ഒരു വിഷയത്തിൽ കൃത്യമായിരുന്നു കൊണ്ടുള്ള ചർച്ചയാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് എങ്ങനെ സഹായം കിട്ടുന്നു എന്നറിയാതെയുള്ള സഹായം അഭൗതികമാണെന്നും അതിനാൽ അത് ശിർക്കാണെന്നുമുള്ള പഴയ വാദത്തിൽ നിന്ന് മുജാഹിദുകൾ പിന്മാറിയിരിക്കുന്നു. ഇതോടെ ഇസ്തിഗാസ ശിർക്കാണെന്ന മുജാഹിദുകളുടെ വാദം അസ്ഥാനത്തായിരിക്കുന്നു. കഴിയില്ല. ഇനി നിങ്ങൾ എഴുതണ്ടേ, എങ്ങനെ സഹായം കിട്ടുന്നു എന്നറിയാതെയുള്ള സഹായം അഭൗതികമാണെന്നും അതിനാൽ അത് ശിർക്കാണെന്നുമുള്ള പഴയ വാദത്തിൽ നിന്ന് മുജാഹിദുകൾ പിന്മാറിയിട്ടില്ലെന്നും ഇതോടെ ഇസ്തിഗാസ ശിർക്കാണെന്ന മുജാഹിദുകളുടെ വാദം അസ്ഥാനത്തായിട്ടില്ലെന്നും ഞങ്ങൾ തെളിയിക്കും എന്ന് നിങ്ങൾ എഴുതണം. ഞങ്ങളെ വാദം നിങ്ങളെ വാദമൊക്കെ എഴുതാൻ നിങ്ങൾ തന്നെ മതിയല്ലോ വാദപ്രയോഗം നടത്താൻ. അപ്പൊ നിങ്ങൾക്ക് ഇത് എഴുതാൻ പേടി. ഞങ്ങൾ ഇതിന്റെ മറുവശം എഴുതാൻ പേടി അല്ലെ? ഞങ്ങൾ ധൈര്യമായിട്ട് എഴുതി. തുടക്കത്തിൽ പറഞ്ഞതല്ലേ ഞങ്ങൾ ഒരു വാദത്തിൽ പിന്മാറിയിട്ടില്ല. ഇനി എന്റെ സമയം ഇസ്തിഗാസ ശിർക്കാണെന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞതാണല്ലോ ഞങ്ങൾ മാറി. ഇക്കാലം വരെ പറഞ്ഞ ഏതെങ്കിലും വാദങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം പിന്മാറി എന്നത് ദുരാരോപണവും നുണയുമാണ് എന്ന് തന്നെ ഞങ്ങൾ എഴുതി. അത് ഞങ്ങൾ അവിടെ തെളിയിക്കുകയും ചെയ്യും. അതായത് അനീഫ മൗലവി, ഇതിലൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മുടെ അതെ, അങ്ങനെ ഒരു വിഷയം വരും. ഇതിപ്പോ നമ്മൾ അവിടെ ഈ വാദം ഞങ്ങൾ സ്ഥിരപ്പെടുത്തുമ്പോ നിങ്ങൾ പറയും ഞങ്ങൾ അതല്ല പറഞ്ഞു എന്ന് പറയാനുള്ള സാധ്യത നമ്മൾ അവിടെ കാണുന്നതുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞു. നിങ്ങളാ പറഞ്ഞു തന്നെ അതൊന്നുകൂടി വ്യക്തമാക്കി എഴുതിയാൽ ഇപ്പൊ ഇസ്തിഗാസ എന്താണ്, മഹാന്മാരുള്ള സഹായം അല്ലെങ്കിൽ അതുപോലെയുള്ള സഹായത നിങ്ങൾ എഴുതിയാൽ മതി, വിഷയം തീരും. ആ ഇസ്തിഗാസന്റെ മലയാള പദങ്ങൾ എഴുതി എന്നാ തന്നെ ഈ പറഞ്ഞ് റെഡിയാവും. അത് നമ്മൾ നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞാണ്. അവിടെയുള്ള ചർച്ച ഇതിൽ കിടന്ന് കെട്ടിത്തിരിയാതിരിക്കാനുള്ള ഒരു മാർഗം എന്നെനിക്ക് നിർദ്ദേശിച്ചത്. ഒരു സാധ്യത അതിലില്ല. ഞങ്ങൾ എഴുതിയത് വളരെ കൃത്യമാണ്. ഇസ്തിഗാസ ശിർക്കാണെന്നതുമായി ബന്ധപ്പെട്ട് ഇക്കാലം വരെ പറഞ്ഞ ഏതെങ്കിലും വാദങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം പിന്മാറി എന്നത് ദുരാരോപണവും നുണയുമാണ് എന്ന് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഏത് വാദം പറഞ്ഞാലും ഞങ്ങൾ പിന്മാറിയിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ തെളിയിക്കുകയും ചെയ്യും. ഇനി ഞങ്ങൾ പിന്മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തെളിയിക്കാം. എന്നിട്ട് അതിന്റെ CD, കരാറിന്റെ CD മട്ടാഞ്ചേരി സംവാദം എന്ന് പറഞ്ഞ് പുറത്തിറക്കി. അതിന്റെ ചില ഭാഗങ്ങൾ, അഹ്സനി പ്രസംഗിക്കുന്ന ഭാഗങ്ങൾ കഷ്ടിച്ചെടുത്ത് നാട് നീളെ കണ്ടോ മുജാഹിദുകൾ ഇപ്പോൾ ജിന്നിനോട് സഹായം തേടാമെന്ന് പറയുന്നവരാണ് എന്ന് ഇതാ അഹ്സനിമാർ പോലും പറയുന്നു. അപ്പൊ എന്തായി? ജിന്നയെ സഹായിക്കണേ. പണ്ട് നിങ്ങൾ പറഞ്ഞ എന്താ? നിങ്ങൾ ഉമർ മൗലവി അടക്കം എഴുതി വിട്ടത് എങ്ങനെ സഹായിക്കുന്നു എന്നറിയാതെയുള്ള മുഴുവൻ സഹായം ശിർക്കാണ്. അതുകൊണ്ട് അഭൗതിക ശക്തികളോട് സഹായം തേടാൻ പാടില്ല. ഇപ്പൊ നിങ്ങളുടെ സർവ്വ മൗലവിമാരും പറ്റുമെന്ന് പറയുന്നു. ജിന്നെ മലക്കെ സഹായിക്കണേ, ഇത് ശിർക്കാണോ അല്ലയോ എന്നാണ് സുന്നികൾ ചോദിക്കുന്നത്. ഇതേ ചോദ്യം തന്നെ ചക്കരപ്പറമ്പ് സംവാദ വ്യവസ്ഥയിലും ആവർത്തിക്കുന്നത് കേൾക്കൂ. എന്നിട്ട് അതിന്റെ CD, കരാറിന്റെ CD മട്ടാഞ്ചേരി സംവാദം എന്ന് പറഞ്ഞ് പുറത്തിറക്കി. അതിന്റെ ചില ഭാഗങ്ങൾ, അഹ്സനി പ്രസംഗിക്കുന്ന ഭാഗങ്ങൾ കഷ്ടിച്ചെടുത്ത് നാട് നീളെ കണ്ടോ മുജാഹിദുകൾ ഇപ്പോൾ ജിന്നിനോട് സഹായം തേടാമെന്ന് പറയുന്നവരാണ് എന്ന് ഇതാ അഹ്സനിമാർ പോലും പറയുന്നു. അതിനുശേഷം ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ചക്കരപ്പറമ്പ് എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലെ പ്രദേശത്ത് ചില ചെറുപ്പക്കാർ തമ്മിൽ സംസാരിച്ചു. വാദപ്രതിവാദത്തിന് വാദമെഴുതി. അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ശിർക്കാണ്, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, റിഫായി ശൈഖെ കാക്കണേ, അതുപോലെ തന്നെ പള്ളിപ്പടിത്തങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് വാദിച്ച് അവിടെ ചെറുപ്പക്കാർ തമ്മിൽ സംസാരമായി. അവസാനം വാദപ്രതിവാദത്തിന്റെ കരാറിലേക്ക് വന്നപ്പോൾ വീണ്ടും അതേ അഹ്സനി വന്നു. പഴയ അടവ് വീണ്ടും എടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ജിന്നിനോട് സഹായം തേടുന്നവരാണ്. ഞങ്ങൾ പറഞ്ഞു അവിടെ വെച്ചുകൊണ്ട് വാദിച്ചു ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണ്.
ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എഴുതണം. ഞങ്ങൾ എഴുതാൻ തയ്യാറായി. 2 വാദപ്രതിവാദം നടത്തിത്തരാം. ഒന്ന്, മുഹീദ്ദീൻ ശൈഖ് രക്ഷിക്കണേ, റിഫായി ശൈഖെ കാക്കണേ, മമ്പുറന്തങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ അള്ളയല്ലാത്തവരോട് നടത്തുന്ന ആ ദുആ അത് ശിർക്കാണ്. ആ വിഷയത്തിലും അതുപോലെ മമ്പുറന്തങ്ങളെ രക്ഷിക്കണേ, മുഹീദ്ദീൻ ശൈഖെ കാക്കണേ, ജിന്നെ സഹായിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെ അല്ലാഹുവല്ലാത്തവരോട് നടത്തുന്ന പ്രാർത്ഥന ശിർക്കാണ്. ഇങ്ങനെ 2 വിഷയത്തിൽ ഞങ്ങൾ നിങ്ങളുമായി വാദപ്രതിവാദം നടത്താമെന്ന് ഞങ്ങൾ അവിടുന്ന് പറഞ്ഞു. ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീന്റെ ലെറ്റർ ഹെഡിൽ ഇവിടുന്ന് ഞങ്ങൾ എഴുതി തരും, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പള്ളിപ്പെടുത്തങ്ങളെ കാക്കണേ എന്നതുപോലെ ജിന്നെ രക്ഷിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാകുന്നു. എഴുതിക്കോ ഞങ്ങളുടെ വാദം. ഇതിനെതിരായി ആരെങ്കിലും വാദിച്ചാൽ അവരുമായി വാദപ്രതിവാദത്തിന് ഞങ്ങൾ ഒരുക്കമാണ്. ഇത് ശിർക്കല്ല, ഈ പറയുന്നത് ശിർക്കല്ല എന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അവരുമായി വാദപ്രതിവാദത്തിന് ഞങ്ങൾ ഒരുക്കമാണ്. ഞങ്ങൾ വാദപ്രതിവാദത്തിന് ഒരുക്കമാണ്. കേട്ടോളൂ, പറയുന്നത് രാമന്തളി സാഹിബെ, ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല, ഒന്നുകൂടി കേട്ടോളൂ. ഇവരാരും മിണ്ടൂല, ഇവിടെ ആരും മിണ്ടൂല. ഇവരെ നിയന്ത്രിച്ചിരിക്കുന്നു, ഇവരെ മിണ്ടൂല. നിങ്ങൾ അവിടെ ഇരിക്കുക, നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ കേട്ടോ. മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പള്ളിപ്പെടുത്തങ്ങളെ രക്ഷിക്കണേ എന്നതുപോലെ ജിന്നെ രക്ഷിക്കണേ, മലക്കെ കാക്കണേ എന്നിങ്ങനെ അല്ലാഹുവല്ലാത്തവരുള്ള പ്രാർത്ഥന ശിർക്കാകുന്നു. ഇതിനെതിരെ ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അവരുമായി ഞങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറാണ്. ഇത് ശിർക്കല്ല എന്ന് ആരെങ്കിലും വാദിക്കുന്നുവെങ്കിൽ അവരുമായി വാദപ്രതിവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പള്ളിപ്പെടുത്തങ്ങളെ കാക്കണേ എന്നിത്യാദി മൺമറഞ്ഞുപോയ ആളുകളോട് ദുആ ചെയ്യുന്നത് ശിർക്കാണ് എന്നെഴുതിയപ്പോൾ നിങ്ങൾക്ക് ഒരു ബേജാറില്ലായിരുന്നോ? അപ്പൊ നിങ്ങൾ സഹായം തേടുന്നതല്ലേ പറയുന്നത്? അപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വാദം, ഞങ്ങൾ മുഹീദ്ദീൻ ശൈഖെ എന്ന് വിളിച്ചാൽ, രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ, പള്ളിപ്പെടുത്തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. ആ അർത്ഥത്തിൽ മലക്കെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാലും പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ശിർക്കാണ്. അത് ശിർക്കല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ജിന്നെ രക്ഷിക്കണേ, മലക്കെ കാക്കണേ എന്നിങ്ങനെ പറയുന്നത് ശിർക്കല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? എങ്കിൽ നമ്മൾക്ക് വാദപ്രതിവാദത്തിന് ലെറ്റർ ഹെഡിൽ ഞാൻ എഴുതിത്തരാം. അത് വേറെ വ്യവസ്ഥ തീരുമാനിച്ചാൽ നടക്കും. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പള്ളിപ്പെടുത്തങ്ങളെ കാക്കണേ എന്നിത്യാദി മൺമറഞ്ഞു പോയ ആളുകളോട് ദുആ ചെയ്യുന്നത് ശിർക്കാണ്. അതിങ്ങനെയും നടക്കും. ഈ 2 രൂപത്തിലും സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഇത് 2ലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും ഇല്ല. വാദപ്രതിവാദത്തിന് ഞങ്ങൾ ഒരുക്കമാണ്. ഈ 2 വാദം, ഈ വാദം ഇപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ജിന്ന് അല്ലെങ്കിൽ മലക്ക് എന്ന വാക്ക് അതിനകത്ത് വേണം എന്നാണെങ്കിൽ ലെറ്റർ ഹെഡിൽ ഞങ്ങൾ എഴുതി തരും. അത് നമുക്ക് വേറെ വാദപ്രതിവാദം നടത്തും. ഇത് മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, ഇവിടെ ISM-ഉം അതുപോലെ തന്നെ SSF-ഉം തമ്മിൽ എഴുതിയ ആ വാദം, ആ കരാർ, അങ്ങനെയും വാദപ്രതിവാദം നടക്കും. ഇൻഷാ അല്ലാഹ് ഈ കരാറിലൂടെ 2 വാദപ്രതിവാദം നടക്കും. പക്ഷേ അപ്പോഴും വന്നയാളുകൾക്ക് വാദപ്രതിവാദം നടത്തലല്ലോ ഉദ്ദേശം. അതുകൊണ്ട് അവിടുന്നും തെറ്റിപ്പോയി. ആ ചക്കരപ്പറമ്പിന്റെ CD-യിൽ നിന്നും ഇവർ ക്ലിപ്പ് മുറിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? അഹ്സനി പറയുകയാണ്. അഹ്സനി പറഞ്ഞതാണോ മുജാഹിദുകളുടെ വാദം? ജിന്നെ മലക്കെ സഹായിക്കണേ, ഇത് ഷിർക്കാണോ അല്ലയോ എന്നാണ് സുന്നികൾ ചോദിക്കുന്നത്. ഇതേ ചോദ്യം തന്നെ ചക്കരപ്പറമ്പ് സംവാദ വ്യവസ്ഥയിലും ആവർത്തിക്കുന്നത് കേൾക്കൂ. അയാൾ എന്തൊക്കെ പറയും? അത് മുജാഹിദിന്റെ വാദമാണോ? ഞങ്ങളുടെ വാദം മറച്ചു വെച്ചിട്ട് നാട് നീളെ പ്രചരിപ്പിച്ചു നടന്നു നിങ്ങൾ ഇല്ലേ? അതുപോലെ ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ മുറിച്ചുകൊണ്ട് നിങ്ങൾ നാട് നീളെ നടന്നു ഇല്ലേ? പക്ഷേ ഇപ്പോഴും നിങ്ങൾ മുറിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ വെച്ചുകൊണ്ട് മുഖാമുഖം നടത്തുമ്പോൾ ഒരു സമസ്തക്കാരനാ വന്നത്. ആ സമസ്തക്കാരൻ വന്നുകൊണ്ട് ചോദിച്ചതെന്താ? ജിന്നിനോട് സഹായം തേടാൻ പറ്റുമോന്നാ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരറച്ചു നിന്നിട്ടില്ല, മടിച്ചു നിന്നിട്ടില്ല, അവരുടെ കൈകാലുകൾ വിറച്ചിട്ടില്ല. എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിയിട്ട് കൃത്യമായി സമർത്ഥിച്ചു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് വളരെ ശക്തമായി അവിടെ വെച്ചുകൊണ്ടും പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു, സമർത്ഥിച്ചു കൊടുത്തു. നിങ്ങൾ വളരെ വ്യക്തമായി ഈ വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ബഹ്റൈൻ മുഖാമുഖത്തിന്റെ CD ഇറങ്ങുമ്പോൾ വിശദമായി നിങ്ങൾ കേൾക്കുക. അതിന്റെ ആ ഭാഗത്തിന്റെ കുറച്ചു മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങൾ കേട്ടോളൂ. എന്റെ ചോദ്യം റഷീദ്. എന്റെ ചോദ്യം, ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണോ അതല്ല തൗഹീദാണോ എന്നുള്ളതാണ്. ഏതായാലും സംശയം തീരുന്നവരെ ചോദ്യത്തിന് അവസരമുണ്ട് എന്ന്
ബഹുമാന്യൻ സ്റ്റേജിൽ നിന്ന് വ്യക്തമാക്കിയത് കൊണ്ടാണ് ഞാൻ ചോദ്യത്തിലേക്ക് വന്നത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. സംശയം തീർന്നാൽ സംശയം തീർന്നു എന്ന് പറയണം, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് സംശയം തീർന്നില്ല എന്നും പറയണം. സംശയം സംശയം തീർത്തരാം. അപ്പോൾ ഇവിടെയുള്ള സുഹൃത്തിന്റെ ഒന്നാമത്തെ ചോദ്യം, ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണോ അല്ലേ എന്ന്. വിഷയാവതരണം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടിരുന്നെങ്കിൽ ഈ സംശയം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. വിഷയാവതരണം ഒന്ന് നന്നായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ സംശയം ഒരിക്കലും എന്റെ സുഹൃത്ത് ചോദിക്കുമായി. കാരണം ഇവിടെ വിഷയാവതരണത്തിൽ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ്. അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, എന്താകട്ടെ. ഇനി അതല്ല, വേറെ ഒരാൾ മാറിയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അയാളെ പ്രാർത്ഥന എന്നറിയോ? യാ ജിബ്രീൽ, യാ മീകായിൽ, യാ ഇസ്രാഫീൽ, യാ അസ്റായീൽ. അയാൾ പ്രാർത്ഥിക്കുന്നത് യാ ജിബ്രീൽ, ജിബ്രീലിനെ വിളിച്ചുകൊണ്ടാണ്. യാ മീകായിൽ, മീകായിലിനെ വിളിച്ചുകൊണ്ടാണ്. യാ ഇസ്രാഫീൽ, ഇസ്രാഫീലെ എന്ന് വിളിച്ചുകൊണ്ടാണ്. യാ അസ്റായീൽ, അസ്റായീലിനെ എന്ന് വിളിച്ചുകൊണ്ടാണ്. എന്തിനാ അസ്റായീലിനെ വിളിച്ച് നമുക്ക് പിടിയിട്ടില്ല. ആയിക്കോട്ടെ, അസ്റായീലെ എന്ന് വിളിച്ചുകൊണ്ടാണ് അയാൾ പ്രാർത്ഥിക്കുന്നത്. എങ്കിൽ അതും ശിർക്ക് തന്നെയാണ്, കുഫ്ർ തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ജിന്ന് ഒഴിവാണ് എന്ന് ഒരാളും മനസ്സിലാക്കേണ്ടതില്ല. അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കിക്കോ, ജിന്നിനോട് മാത്രമല്ല, മലക്കിനോട് മാത്രമല്ല, മനുഷ്യനോട് മാത്രമല്ല, കല്ലിനോട് മാത്രമല്ല, മരത്തോട് മാത്രമല്ല, അള്ളയല്ലാത്ത ഏത് പടപ്പിനോട് പ്രാർത്ഥിച്ചാലും അത് ശിർക്കാണ്, അത് കുഫ്രാണ്. അതിലൊരു മുസ്ലിമിന് സംശയമുണ്ടാകാൻ പാടില്ല, തർക്കിക്കാനും പാടില്ല. ഇത് വളരെ വ്യക്തമായി പറയുന്നവരാണ് മുജാഹിദുകൾ. ഇത് പറയാൻ മടിയില്ലാത്തവരാണ് മുജാഹിദുകൾ. ഒരു സ്ഥലത്തല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി അനുബന്ധ ചോദ്യങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ അനുബന്ധ ചോദ്യങ്ങൾ. നിങ്ങൾ പ്രാർത്ഥനയല്ലേ പറഞ്ഞത്, സഹായതേട്ടമാണ് ഞാൻ ചോദിച്ചത്. അതിന് വളരെ വ്യക്തമായി പിന്നെയും മറുപടിയുണ്ട്. ഖേദപൂർവം പറയട്ടെ, മനസ്സിലാക്കാമായിരുന്നു, പക്ഷെ ചോദ്യത്തിനാണ് മറുപടി പറഞ്ഞതെങ്കിൽ എന്റെ ചോദ്യത്തിൽ പ്രാർത്ഥന എന്നുള്ള ഒരു വാക്കുപോലും ഞാൻ ഉപയോഗിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമോ എന്നായിരുന്നു എന്റെ ചോദ്യം. അത് തൗഹീദാണോ ശിർക്കാണോ? വിളിച്ചിട്ടും വിളിക്കാതെയും പ്രാർത്ഥിക്കുന്നതിനെ പറ്റി ഞാൻ ചോദിച്ചിട്ടില്ല. ജിന്നിനോട് സഹായം തേടാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാണ്. ഞാൻ പ്രാർത്ഥനയെന്ന് പറഞ്ഞപ്പോഴും, ഞാൻ പ്രാർത്ഥനയെന്ന് സൂചിപ്പിച്ചപ്പോഴും ഞാൻ ഉദ്ദേശിച്ചതും താങ്കൾ ചോദിച്ച സഹായതേട്ടം തന്നെയാണ്. താങ്കൾ ചോദിച്ച സഹായതേട്ടം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോഴും ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി എന്ന് സഹോദരൻ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും അയാൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. ഇവിടെ ഒരു മുവഹീദ് പ്രാർത്ഥിക്കേണ്ടത്, അവന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അയാൾ ഇറക്കി വെക്കേണ്ടത് റബ്ബിനോടാണ്, അള്ളാഹുവിനോടാണ്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അനസ് മൗലവി, വീണ്ടും വിഷയത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെയോ അറിഞ്ഞോ അറിയാതെയോ വ്യതിചലിച്ചോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ഞാൻ ഉദ്ദേശിച്ചത് പ്രാർത്ഥന സഹായതേട്ടമാണ് എന്നാണ്. ഞാൻ ഉദ്ദേശമൊന്നും പറഞ്ഞിട്ടില്ല. ജിന്നിനോട് സഹായം ചോദിക്കുവാൻ പറ്റുമോ പറ്റില്ലേ, ചോദിക്കുന്നത് ശിർക്കാണോ തൗഹീദാണോ എന്റെ ചോദ്യം. അതിലിടക്ക് സംസാരത്തിന്റെ മറുപടിയുടെ ലാസ്റ്റ് എന്തിനാണാവോ സഹായം ചോദിക്കുന്നത് എന്നുള്ള ഒരു പരാമർശം നിങ്ങൾ നടത്തിയത് കണ്ടു. അപ്പൊ സഹായം ചോദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. പറ്റുമെങ്കിലല്ലേ എന്തെല്ലാം ചോദിക്കാം, എന്തെല്ലാം ചോദിച്ചുകൂടാ എന്ന ചർച്ചയിലേക്ക് പോകേണ്ടതുള്ളൂ എന്നാണ് എന്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. അതുകൊണ്ട് വളരെ ദയവ് ചെയ്തിട്ട് ആ വിഷയത്തിലേക്ക് വരണം. കാരണം നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ വാശിയല്ല, കാര്യങ്ങൾ മനസ്സിലാക്കലാണ്, അതിനാണ് ചോദിക്കുന്നത് എന്ന് ബഹുമാന്യനോട് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഒറ്റ മറുപടി കിട്ടിയാൽ നന്നായിരുന്നു. മറുപടി പറഞ്ഞു കഴിഞ്ഞു. ബോധമുള്ള ആളുകൾക്ക് അത് മനസ്സിലായി. എവിടെയാ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനി ഫലാ യംലികൂന കശ്ഫൽ അൻകും വലാ തഹ്വീല ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറാ. ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ജിന്നിനോട് സഹായം തേടാൻ പാടില്ല, ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ജിന്നിനോട് സഹായം തേടാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറഞ്ഞത്. അപ്പൊ ഖുർആനിലെ ആയത്താ ഞാൻ ഓതി പറഞ്ഞത്. എന്റെ അഭിപ്രായമല്ല,
അതുകൊണ്ട് ജിന്നിനോട് സഹായം തേടാൻ പറ്റുമോ? പറ്റില്ല. ഇബ്ലീസിനോട് സഹായം തേടാൻ പറ്റുമോ? പറ്റില്ല. മലക്കിനോട് സഹായം തേടാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ തന്നെ മനുഷ്യരോട് മരിച്ചു മൺമറഞ്ഞവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റില്ല. അവരുമായി ബന്ധപ്പെടാനുള്ള മാർഗം നമുക്ക് തുറന്നു കിട്ടിയിട്ടില്ല. ആ രൂപത്തിൽ വളരെ വ്യക്തമായി ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. അല്ലാഹു തന്നെ പ്രഖ്യാപിക്കാൻ പറയുന്നത് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയൂ നബിയെ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, വലാ ഉശ്രികു ബിഹി അഹദാ, അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കുകയില്ല. അപ്പൊ വളരെ വ്യക്തമാണ് മറുപടി. ഇതാണ് ഇസ്ലാം ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്റെ ചോദ്യം, ഏതായാലും ഇപ്പൊ വിഷയത്തിലേക്ക് അനസ് മൗലവി വന്നിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞത് ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റില്ല, കുറെ നീട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിലും പറ്റില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അപ്പോ ബഹുമാന്യനായ സക്കരിയ സലാഹി പറയുന്നത് ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റും എന്നാണ്. അപ്പൊ ഈ ശിർക്ക് ചെയ്യുന്ന ഒരു സക്കരിയ സലാഹി സംഘടനയിൽ ഉണ്ടായിരിക്കെ തൗഹീദും ശിർക്കും എന്നുള്ള ഒരു ബാനറിൽ നമ്മൾ സംസാരിക്കുന്നതിൽ ഇത്രമാത്രം ഉചിതമുണ്ട് എന്നുള്ളതാണ് എന്റെ അടുത്ത ഒരു ചോദ്യം. ചില സന്ദർഭത്തില് ചിലത് അല്ലാഹു പറയിക്കല. നിങ്ങൾ ഒരു കളവാണ് പറഞ്ഞത്, സക്കരിയ സലാഹി അങ്ങനെ പറഞ്ഞു. സക്കരിയ സലാഹി ഇവിടെ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു, താങ്കൾക്ക് അങ്ങനെ വാദമുണ്ടോ? അങ്ങനെ വാദമുണ്ട് എന്നാ സക്കരിയ സലാഹി പറയണമെങ്കിൽ ഈ മൈക്ക് സക്കരിയ സലാഹിയുടെ നേരെയായിരിക്കും തിരിച്ചു വെക്കുക. ഇനി അങ്ങനൊരു വാദം ആര് പറഞ്ഞാലും അവരുടെ നേരെ മൈക്ക് തിരിച്ചു വെക്കുക. അതുകൊണ്ട് ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ച ആ സുഹൃത്തിനോട് ഞങ്ങൾക്ക് വളരെ മാന്യമായി പറയാനുള്ളത്, സക്കരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. സക്കരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. അങ്ങനെ സക്കരിയ സലാഹിക്ക് വാദമുണ്ട്, ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് സക്കരിയ സലാഹി പറയുന്നത് എന്നാണ്. അതിനുള്ള തെളിവ് അദ്ദേഹം ഉന്നയിക്കട്ടെ. മറ്റൊരു കളവ് കൂടി, ഞാൻ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് സക്കരിയ സലാഹി പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞോ? ആയിക്കോട്ടെ, ജിന്നിനോട് സഹായം തേടാം എന്ന വാദമുള്ള ആളാണ് സക്കരിയ സലാഹി. ഒരുപാട് പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്, പറഞ്ഞിട്ടില്ല സഹായം ചോദിക്കുന്നത് പൊട്ടന്മാരെ, അത് തൗഹീദിന് പുറത്തല്ല എന്ന് മടവൂരികളെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്ന പ്രസംഗം ഒരുപാട് വീണുകളുണ്ട്. വേണ്ടെങ്കിൽ ഇവിടെ വിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കും. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ അതിന്റെ തെളിവ് വായിക്കാം. പുസ്തകത്തിൽ നിന്നല്ല, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തിലേക്ക് ചാടിയ പോലെ. സക്കരിയ സലാഹി അത് പറഞ്ഞു എന്ന്. സക്കരിയ സലാഹി പറഞ്ഞു, ഹാത്തു ബുർഹാനക്കും തെളിവ് താന്നാ ചോദിച്ചത്. സക്കരിയ സലാഹി പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ പ്രസംഗം പോയിട്ട് പ്രസംഗിച്ചിട്ട് അബ്ദുൽ ഖാദർ മൗലവി ഇദ്ദേഹത്തെ പ്രസംഗത്തിന് ഇനി വിളിക്കരുത് എന്ന് പോലും പറഞ്ഞത് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിപ്പ് കേൾപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ്. അത് വെറുതെ സദസ്സിൽ വെറുതെ ഒരു മോശമായ രീതിയിൽ നിങ്ങൾ ആക്കണോ എന്നുള്ള രീതിയിലാണ് ഞാനിത് കേൾപ്പിക്കാൻ തയ്യാറാകാത്തത് എന്നും ഞാൻ പറയുകയാണ്. സക്കരിയ സലാഹി പറഞ്ഞു എന്നുള്ളതിനാ തെളിവ് വേണ്ടത്. സക്കരിയ സലാഹി പ്രസംഗിച്ചിട്ട് അവനെ പ്രസംഗിക്കാൻ ക്ഷണിക്കരുത് എന്ന് അബ്ദുൽ ഖാദർ മൗലവി, അതായത് നിങ്ങളുടെ സെക്രട്ടറി ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതുപോലും കേൾപ്പിക്കാൻ എനിക്ക് കഴിയും എന്നാണ് അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞോ ഇല്ലയോ എന്നല്ല, സക്കരിയ സലാഹി പ്രസംഗിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞുതരാം, അവിടെ ഇരിക്കും, വിഷമിക്കണ്ട. ഇനി അതല്ല, അതെച്ചാൽ നമ്മുടെ സാധാരണ ചില ആളുടെ മുഖാമത്തിൽ ഒരു എര കിട്ടിയാൽ അങ്ങോട്ട് കൊളുത്തി വലിക്കല. അതറിയാത്തോണ്ടല്ല നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ അദ്ദേഹത്തെ വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഒരു കാര്യം പറയട്ടെ, എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു അദ്ദേഹം വേറൊരു ട്രെയിനിങ്ങിലേക്ക് പോവാണ്. ആയിക്കോട്ടെ, ഇതിപ്പോ വാല് പൊക്കുമ്പോൾ അറിയാം ഇതെന്തിനായി പോണത് എന്നുള്ള വിവരം നമുക്കറിയാം. അപ്പോ നാട് നീളെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയിട്ടോ അല്ലാതെയോ ആണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിന്റെ സക്കരിയ സലാഹി ജിന്നൊന്നുമല്ല വിഷയം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിലേക്ക് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇവിടെ പല പ്രസംഗങ്ങളിലും ഉള്ളത് അത് സക്കരിയ സലാഹി പറഞ്ഞത് എന്താണ് എന്ന് അതിന്റെ പൂർണ്ണരൂപത്തിൽ കേൾക്കാതെ മനസ്സിലാക്കാതെ ആ വാദമുണ്ട് എന്ന് വരുത്തിയിട്ട് ആ രൂപത്തിൽ വിഷയം കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതില്ല. ഇനി സക്കരിയ സലാഹി വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാണ്.
ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ വാദമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് വാദമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ പിന്നെ എന്താ? പിന്നെ ആർക്കാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജിന്നോട് പ്രാർത്ഥിക്കുന്ന ആളാണ് വരുത്തി തീർക്കേണ്ടത്? ആ ദുർമോഹം മനസ്സിൽ വെച്ചാൽ മതി. ആ ദുർമോഹം വേണ്ടതില്ല. അവിടെ ഇരിക്കൂ, കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ദുർമോഹം വേണ്ടതില്ല. നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? സക്കരിയ സലാഹി പറഞ്ഞു എന്നാണോ? സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. ധൈര്യമുണ്ടെങ്കിൽ മുനീറായാലും കേൾക്കല്ല, ഹാരിസായാലും തിരക്കടില്ല. ആ ഉത്തരം ഒന്ന് കാണിക്കും. ജിന്നിനെയും മലക്കിനെയും വിളിച്ച് തേടാമെന്ന് ഞങ്ങൾ പറഞ്ഞ ഉത്തരം ഇപ്പൊ കാണിക്കണം. ഇത് കീഴിന് മുമ്പ് കൊണ്ടുവന്നോളൂ. പച്ച നുണയും പറഞ്ഞ് നടക്കുകയാണ്. എവിടെയാണ് ഞങ്ങളത് പറഞ്ഞത്? അത് കൊണ്ടുവരിക ഉത്തരം. ആ ഉത്തരം കാണിക്കുക. ജിന്നിനെയും മലക്കിനെയും വിളിച്ചു തേടാം എന്ന് എവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്? ആ കൊടുത്തോളി, അത് വായിക്കും. എന്നിട്ട് വായിക്കും. ആ മുനീർ എഴുതി തന്നതിൽ പ്രാർത്ഥന എന്ന വാചകമില്ല. അത് കളവ് പറഞ്ഞ് മനസ്സിലായി. പ്രാർത്ഥന എന്ന വാചകം അതിലില്ല. സഹായം എന്നാണ് പറഞ്ഞത്. അതൊന്ന് വായിക്കും. പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള സഹായത്താണല്ലോ. പ്രാർത്ഥന എന്നില്ല. ഇത് ഇസ്തിഗാസ എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നില്ല. അല്ല, സുന്നികൾ ഇസ്തിഗാസ എന്ന് പറഞ്ഞ എന്തിനെ പറ്റിയാ? നമ്മൾ തമ്മിലാണ്. അതെ, ഇത് നമ്മൾ തമ്മിലാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായതേട്ടം. വൈദീശ്യക്കെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, ഇസ്തിഗാസയാണ്. അപ്പൊ സഹായതേട്ടം എന്ന് പറയും. ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗാസല്ലേ? അത് ശിർക്കാണ്. മലക്കിനെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. അത് അല്ലാതെ എവിടെ പറഞ്ഞത്? ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായതേട്ടം. വൈദീശ്യക്കെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, ഇസ്തിഗാസയാണ്. അപ്പൊ സഹായതേട്ടം എന്ന് പറയും. ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗാസല്ലേ? അത് ശിർക്കാണ്. മലക്കിനെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. അത് അല്ലാതെ എവിടെ പറഞ്ഞത്? സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. സക്കരിയ സലാഹി പറയട്ടെ. ഇതാണ് ഞാനുമായി ബന്ധമുള്ളത്. മറ്റെല്ലാം പച്ചക്കളവുകളാണ്. സക്കരിയ സലാഹി എന്ന് പറഞ്ഞിട്ട് 16 കൊടുത്തിൽ ഈ 5 മാത്രമാണ് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്. ഒന്നാമത്തെ എന്താ അറിയോ? അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച നോണ അച്ചടിച്ചു വിടുക ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട്. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. അപ്പൊ മലക്കുകൾ മനുഷ്യനെ സഹായിക്കുന്നുണ്ട്. ജിന്നുകൾ അവന്റെ ജിന്നുകളിൽപ്പെട്ട പിശാചുക്കൾ അവന്റെ ആളുകളെ സഹായിക്കുന്നുണ്ട്, കാഫിറുകളെ സഹായിക്കുന്നുണ്ട്. അത് ഖുർആൻ കൊണ്ട് തെളിഞ്ഞതാണ്. പക്ഷെ അവരോട് സഹായം തേടാൻ പാടില്ല. കാര്യ ബന്ധത്തിന് അപ്പുറത്തുള്ള പ്രാർത്ഥന അവരോട് നടത്താൻ പാടില്ല. അവരെ കൈവിൽപ്പെട്ട കാര്യം എന്നാ ചോദിച്ചൂടെ? ഡോക്ടറോടും മറ്റൊക്കെ ചോദിക്കുന്നത് പോലെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന പോലെ ചോദിക്കാൻ നമുക്ക് അവരെ കീഴ്പ്പെടുത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അവരെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞ അവരനുസരിക്കുന്നുണ്ടെങ്കിൽ. ഇത് സുലൈമാൻ നബിക്ക് അങ്ങനെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. എടുത്തിട്ട് വാടാന്ന് പറഞ്ഞാൽ എടുത്തിട്ട് വരും. ബിൽഡിംഗ് ഉണ്ടാക്കണാർന്നാ ബിൽഡിംഗ് ഉണ്ടാക്കും, പൊളിച്ചിടാർന്നാ പൊളിച്ചിടും. അങ്ങനെ നമുക്ക് കീഴ്പ്പെടുത്താൻ തന്നോ? അതാണ്. അപ്പൊ നമുക്ക് കൺമുന്നിൽ കാണാനോ അവരെ ഉപയോഗപ്പെടുത്താനോ സാധിക്കാത്തത് കൊണ്ടാണ് ജിന്നുകളുമായിട്ട് മറ്റ് മനുഷ്യരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കുന്നത് പോലെ നമുക്ക് സഹായം ചോദിക്കാൻ കഴിയാത്തത്. അത് സുഹൃത്തുക്കളെ, അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. അതേസമയം മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ ആരോട് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ്. അത് ജിന്നിനോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും മഹാത്മാക്കളോട് ചോദിച്ചാലും. കണ്ടോ, മലക്കുകൾ സഹായിക്കുന്നല്ലേ, എന്നാ പിന്നെ മഹാത്മാക്കളും സഹായിച്ചൂടേന്ന് ഖുറാഫികൾ ചോദിക്കണേ. നമ്മൾ എന്താ മറുപടി പറയാൻ? മറുപടി അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാ. എന്നിട്ട് പോരി. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ.
സുഹൃത്തുക്കളെ, മലക്കുകളെ വിളിച്ചു തേടിയാൽ ഉത്തരം കിട്ടൂല. കാരണം എന്താ? മലക്കുകൾക്ക് അതിന് കഴിവ് കൊടുത്തിട്ടില്ല. ജിന്നുകളെ വിളിച്ചു തേടിയാൽ ഉത്തരം കിട്ടൂല. കാരണം ജിന്നുകൾക്ക് അതിന് കഴിവ് കൊടുത്തിട്ടില്ല. പക്ഷെ അവരെ കഴിവിൽപ്പെട്ട കാര്യത്തിൽ തന്നെ സഹായം ചോദിക്കാൻ പറ്റുമോ എന്ന് ഇപ്പൊ ചില ആളുകൾ ചോദിച്ചല്ലോ. മലക്കുകൾക്ക് അതിനൊന്നും കഴിയില്ല. കാരണം മലക്കുകൾക്ക് അള്ളാഹു നിശ്ചയിച്ച റൂട്ട് ഒരു യന്ത്രത്തെ പോലെ അള്ള എന്തേ കൽപ്പിച്ചു, അതങ്ങനെ ചെയ്യാനേ കഴിയുള്ളൂ. അവർക്ക് ഇഖ്തിയാറില്ല, സ്വാഭിപ്രായം അനുസരിച്ച് ചെയ്യാനും ചെയ്യാതിരിക്കാൻ കഴിയില്ല. ജിന്നുകൾ അങ്ങനെയല്ല, മനുഷ്യരെ പോലെ തന്നെ ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. പക്ഷെ അവരോട് നമുക്കിപ്പോ ഒരാൾ ചോദിക്കാണ്, ഡോക്ടറോട് സഹായം ചോദിക്കുന്ന പോലെ ഇവിടെയൊക്കെ മുസ്ലിം ജിന്നുകൾ ഉണ്ടാവുമല്ലോ, ഓരോട് നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുമോ? സഹായം ചോദിക്കാൻ അവരെ നമുക്ക് കീഴ്പ്പെടുത്തി തരികയും അവരെ നമുക്ക് സഹായികളായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടില്ല. സത്യനിഷേധികൾക്ക് ശൈത്താന്മാരെ സഹായികളാക്കി എന്ന് പറയല്ലാതെ സത്യവിശ്വാസികൾക്ക് മുസ്ലിം ജിന്നുകളെ സഹായത്തിന് കിട്ടുമെന്ന് ഖുർആനിലും ഹദീസിലും എവിടെയും പറഞ്ഞിട്ടില്ല. അവരുമായി നമുക്ക് ബന്ധപ്പെടാനോ അവരെ ഉപയോഗപ്പെടുത്താനോ നമുക്ക് യാതൊരു സാധ്യതയില്ല. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. എന്തെല്ലാം പറയുന്നുണ്ട് അല്ലേ? ഞാൻ ജിന്നിനെയും മലക്കിനെയും വിളിച്ചു തേടാമെന്ന് പറയുന്ന ആളാണ്. ഒമ്പിച്ച പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും ഞാൻ വെല്ലുവിളിച്ചു, കൊണ്ടുവാ. ഞാൻ എഴുതിയതുണ്ടോ, ഞാൻ പ്രസംഗിച്ചതുണ്ടോ, കൊണ്ടുവാ. ഒന്നുമില്ല അങ്ങോട്ട് പറഞ്ഞേ. എന്നിട്ടതാ വാദപ്രതിവാദത്തിൽ മുസ്ലിയാക്കന്മാര് ഇവര് കൊടുത്തതാ. ഒലിയമ്മനിപ്പോ ഐക്യമുന്നണിയാ. അവരുടെ സ്വഭാവം എന്താ വെച്ചാല് ഖുബൂരികളെ കഴിയുന്നത്ര പ്രോത്സാഹിപ്പിക്കുക, തൗഹീദിന്റെ ആളുകളെ കഴിയുന്നത്ര കുപ്രചരണങ്ങളിലൂടെ തളർത്തുക, എന്നിട്ട് ഖുബൂരികൾക്ക് ആവേശം പകരുക. അല്ലേ? പള്ളിപ്പിടിത്തങ്ങളെ രക്ഷിക്കണേ, വൈദ്യ ശേഖയെ രക്ഷിക്കണേ എന്നതുപോലെ ജിന്നെ രക്ഷിക്കണേ എന്നും നിങ്ങൾ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വാസ്തവത്തിൽ മുഹ്യിദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, പള്ളിപ്പിടിത്തങ്ങളെ കാക്കണേ എന്ന് പറയുന്ന ആള് എവിടുന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ആ വിളി കേൾക്കാൻ പള്ളിപ്പിടിത്തങ്ങൾക്ക് മുഹ്യിദ്ദീൻ ശൈഖിനൊക്കെ കഴിവുണ്ട്, അവരുത്തരം ചെയ്യും എന്ന രൂപത്തിൽ അവരോട് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മൾ. അതുപോലെ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മൾ എന്ന് വരുത്തി തീർത്തത് മടവൂരികളാ. മടവൂരികൾ കുത്തിപ്പൊക്കും, അത് കുബൂരികൾ ഏറ്റെടുക്കും. കുബൂരികൾ കുത്തിപ്പൊക്കും, അത് മടവൂരികൾ ഏറ്റെടുക്കും. അതാണ് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കുപ്രചരണം. ഞാൻ ഈ തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾക്ക് ഈ മാസത്തിലുള്ള അൽ ഇസ്ലാഹ് മാസികയിൽ മറുപടി എഴുതിയിട്ടുണ്ട്. നിങ്ങളത് വായിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേപോലെ തന്നെ സക്കരിയ സലാഹി മൂപ്പര് പറഞ്ഞു നടക്കുന്നു. ആ സക്കരിയ സലാഹി ഈ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായി എഴുതിയത് അദ്ദേഹത്തിന്റെ ലഘുലേഖയുണ്ട്. ആ ലഘുലേഖയിൽ കൃത്യമായി ഓരോ ചോദ്യത്തിനും മറുപടിയും നൽകിയിട്ടുണ്ട്. മറുപടി എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ എന്താ ഈ CD വിതരണം ചെയ്യല്ലാതെ വേറെന്താ ചെയ്യാ? ഇതാണ് നിങ്ങളുടെ ആദർശം. നിങ്ങൾക്ക് വേറെ അജണ്ടയില്ല, നിങ്ങൾക്ക് വേറെ ആദർശമില്ല, നിങ്ങൾക്ക് ഈ സമൂഹത്തിന്റെ മുമ്പാകെ മറ്റ് എന്തെങ്കിലും കാര്യമായി ഒരു പ്രവർത്തനവുമായി രംഗത്തേക്ക് ഇറങ്ങാനില്ല. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. ഇതേപോലെ തന്നെ സക്കരിയ സലാഹി മൂപ്പര് പറഞ്ഞു നടക്കുന്നു. ആ സക്കരിയ സലാഹി ഈ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായി എഴുതിയത് അദ്ദേഹത്തിന്റെ ലഘുലേഖയുണ്ട്. ആ ലഘുലേഖയിൽ കൃത്യമായി ഓരോ ചോദ്യത്തിനും മറുപടിയും നൽകിയിട്ടുണ്ട്. മറുപടി എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ എന്താ ഈ CD വിതരണം ചെയ്യല്ലാതെ വേറെന്താ ചെയ്യാ? ഇതാണ് നിങ്ങളുടെ ആദർശം. നിങ്ങൾക്ക് വേറെ അജണ്ടയില്ല, നിങ്ങൾക്ക് വേറെ ആദർശമില്ല, നിങ്ങൾക്ക് ഈ സമൂഹത്തിന്റെ മുമ്പാകെ മറ്റ് എന്തെങ്കിലും കാര്യമായി ഒരു പ്രവർത്തനവുമായി രംഗത്തേക്ക് ഇറങ്ങാനില്ല. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ആൾക്ക് ചോദിക്കാം, മുജാഹിദുകളുടെ വാദം എന്താ? ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നാണോ, സഹായം തേടാമെന്നാണോ? അല്ല എന്ന് വളരെ വ്യക്തമായി തെളിവുദ്ധരിച്ച് ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ച് ഹദീസ് ഉദ്ധരിച്ച് കണിശമായി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആ വിഷയത്തിൽ സക്കരിയ സലാഹിക്ക് എങ്ങനെ വാദമുണ്ടോ? അനസ് മൗലവിക്ക് എങ്ങനെ വാദമുണ്ടോ? ഹനീഫ് കായിക്കൊടിക്ക് വാദമുണ്ടോ? അത് അവരവരെ വിളിച്ച് ചോദിക്കാവുന്നതേ ഉള്ളൂ. അവരവരെ വിളിച്ചാ ചോദിക്കേണ്ടത്. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. ഇവരൊക്കെ ഈ ശിർക്കിനെ നിലനിർത്താനാ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ അവസാനം നമ്മളെ പിന്നെ ഒരു ആരോപണം, ജിന്നുകളെയും മലക്കളെയും വിളിച്ചു തേടാന്ന് പെങ്ങളും പറയാൻ തുടങ്ങിയില്ലേ. നിങ്ങളെങ്ങനെ ഞങ്ങളേറ്റ് വാദപ്രതിവാദം നടത്തുക? എവിടെയാ പറഞ്ഞത്? കൊണ്ടുവാ.
ഏത് കുബൂരി കൊണ്ടെന്നാലും തിരക്കടില്ല, കുബൂരികളുടെ വാലാട്ടികളായി നടക്കുന്ന മാടൂരികൾ കൊണ്ടെന്നാലും തിരക്കടില്ല, ആര് കൊണ്ടെന്നാലും സമ്മത. സക്കരിയ സലാഹി ജിന്നുകളെയും മലക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ മൈക്കിന്റെ പരിധിയിലുള്ള മുഴുവൻ മടവൂരികളെയും വെല്ലുവിളിക്കുന്നു. നിങ്ങൾ കൊണ്ടുവാ, ഒരു ക്ലിപ്പ് കൊണ്ടുവാ, അല്ലെങ്കിൽ ലേഖനം കൊണ്ടുവാ. ഈ ഒരു 84-85 കാലം മുതൽ തൗഹീദിനു വേണ്ടി പൊതുരംഗത്ത് പ്രസംഗിച്ച് നടക്കുന്ന ആളെ, എന്റെ ഈ ചെറുപ്രായത്തിൽ 10-25 കൊല്ലം ഞാൻ നേരത്തെ പറഞ്ഞ എത്രയോ വാദപ്രതിവാദങ്ങളിൽ പങ്കെടുത്തിട്ട് എന്നെപ്പറ്റി അത് പറഞ്ഞാൽ മുജാഹിദ് കേരളം വിശ്വസിക്കോ? വിശ്വസിക്കൂല. പിന്നെ 1000 നുണ ഒരുപാട് സ്ഥലത്തുനിന്ന് ഒപ്പം പറഞ്ഞാൽ ഗീബൽസിന്റെ തന്ത്രതാണല്ലോ. ഒരുപാട് ആളുകൾ ഒരു നുണ പറഞ്ഞാൽ അപ്പൊ ആളുകൾ വിശ്വസിക്കും. ആട്ടിനെ പട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരാൾ ആടിനെയും പിടിച്ചിങ്ങനെ പോവുക. അപ്പൊ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എവിടുക്ക ഈ നായിനെയും കൊണ്ടുപോണ്? നായോ ആടല്ലത്. പിന്നെയും കുറേ പോയപ്പോ നിങ്ങൾ എവിടെ ഈ നായിനെയും കൊണ്ടുവരുന്നു? അപ്പൊ ഇനിയും നോക്കി കുറെ കഴിഞ്ഞ മൂപ്പിരിക്കണ്ട, അത് നായെന്നെ ഏക്കും. അങ്ങനെ ഞങ്ങൾക്ക് തോന്നൂല. മനസ്സിലായി നിങ്ങൾക്ക്? അങ്ങനെ ആട്ടിനെ പട്ടിയാക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങൾ ഈ തൗഹീദിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിൽ ആർക്കും അങ്ങനെ ഒരു വാദം തന്നെ ഇല്ല. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമുണ്ട്. നിങ്ങൾ എല്ലാരും കൂടി 4 ഭാഗത്തുനിന്നും ഒപ്പം നുണറിഞ്ഞാല്, അപ്പൊ അങ്ങനെയാണല്ലോ. ഒരു നുണ ഇവിടെ പറഞ്ഞാൽ അപ്പൊ ആ നുണ മെസ്സേജ് ആയിട്ട് കാസർഗോഡെത്തി, മംഗലാപുരത്തി, പാലക്കാടെത്തി, തിരുവനന്തപുരത്തി, ആലപ്പുഴെത്തി. എല്ലാ മടവൂരികളെ മൊബൈലിലും ഒരേ നുണ, ഒരേ അച്ചു നിരത്തിയ നുണ. കണ്ടോ? അപ്പോ അവിടെ എനിക്ക് സമാധാനപ്പെടുന്നത് അങ്ങനെ ബേജാറാകല്ലേ. ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ എന്ന് വെച്ചാൽ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് സക്കരിയ സലാഹി പറയാ എന്ത്? ജിന്നിനോടും മലക്കിനോടും ആവൽഘട്ടങ്ങൾ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ട് മടവൂരികൾ പറഞ്ഞു. അത് സർവ്വ മടവൂരികളെയും ഞാൻ വെല്ലുവിളിക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പൊ മടവൂരികൾ മാത്രമല്ല, ഖുറാഫികളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്ന് കൂട്ടി വായിച്ചോളൂ. അല്ലെങ്കിൽ സമസ്തക്കാരെ വെല്ലുവിളിക്കുകയാണ്, കൂട്ടി വായിച്ചോളൂ. എന്താണ് മാന്യ സഹോദരങ്ങളെ? ഇവിടെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിക്കാലോ, നിങ്ങൾക്ക് എങ്ങനെ വാദമുണ്ടോ? ജിന്നിനോട് സഹായം തേടാമെന്ന വാദം സക്കരിയ സലാഹി നിങ്ങൾക്കുണ്ടോ? ജിന്നിനോട് സഹായം തേടാമെന്ന വാദം സക്കരിയ സലാഹി നിങ്ങൾക്കുണ്ടോ? ജിന്നിനോടും മലക്കിനോടും സഹായം ചോദിക്കാൻ പാടുണ്ടോ എന്നാണ് ഇപ്പോൾ ചോദിക്കപ്പെട്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതൊരു പ്രവർത്തകനെ സംബന്ധിച്ചും അറിയുന്ന ഒരു വളരെ അടിസ്ഥാനപരമായ വിഷയമാണ് ഏത് വിഷയത്തിലും സഹായം ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ ജിന്നിനോടും മലക്കിനോടും സഹായം ചോദിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരല്പമെങ്കിലും പരിചയമുള്ള ആരും തന്നെ അത് വിശ്വസിക്കുകയില്ല. കാരണം ഇത് തൗഹീദ് പ്രസ്ഥാനമാണ്. എല്ലാ സഹായതേട്ടങ്ങളും അള്ളാഹുവിലേക്ക് മാത്രം തിരിച്ചുവിടണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. ഉദാഹരണമായി മലക്കുൽ മൗത്തിനോട് എൻ്റെ ആയുസ് നീട്ടിത്തരണേ എന്ന് പറയാൻ പറ്റുമോ? ഒരു മുജാഹിദിനോട് ചോദിച്ചാൽ പറയും ഇല്ല, പാടില്ല, ശിർക്കാണ് എന്ന് പറയും. അല്ലെങ്കിൽ മഴ പെയ്യിക്കുന്ന മലക്കിനോട് ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണേ എന്ന് പറയാൻ പറ്റുമോ? പാടില്ല, ശിർക്കാണ്. എല്ലാവരും പറയും. ഏത് കാര്യത്തിനും നമ്മൾ സഹായം ചോദിക്കേണ്ടത് വിജനപ്രദേശത്തായാലും ജനപ്രദേശത്തായാലും അപകടങ്ങളിൽ പെടുമ്പോഴായാലും അപകടങ്ങളിൽ പെടാത്തപ്പോഴാണെങ്കിലും ഒരു സമയത്തും ജിന്നിനോടോ മലക്കിനോടോ സഹായം ചോദിക്കാം, അത് ചോദിക്കേണ്ടതാണ് എന്ന് ഇസ്ലാഹി പ്രസ്ഥാനം എവിടെയും പഠിപ്പിച്ചിട്ടില്ല. അത് ശിർക്കാണ് എന്നാണ് ഇത്ര കാലവും മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടുള്ളത്. അതിലാർക്കും ഇതുവരെ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം ചില ആളുകൾ വെറുതെ ഊതി വീർപ്പിക്കുന്ന സാങ്കല്പികമായ ചില ആരോപണങ്ങൾ മാത്രമാണ്. സക്കരിയ സലാഹിയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞ വാദം തെറ്റാണ് എന്ന് ഞാൻ തെളിയിച്ചു തന്നു. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമില്ല എന്ന് സക്കരിയ സലാഹി തന്നെ പറയുന്നത് കേൾപ്പിച്ചു തന്നു. ഇനി സക്കരിയ സലാഹിക്ക് മാത്രമല്ല AP അബ്ദുൽ ഖാദർ മൗലവിയാണെങ്കിലും അങ്ങനെ ഒരു വാദവുമായി വന്നാൽ അവർക്ക് മറുപടി പറയുന്നത് മുജാഹിദുകൾ തന്നെയായിരിക്കുമെന്നും പറഞ്ഞു. ഒരിക്കലും ആ രൂപത്തിലുള്ള നിലപാട് മുജാഹിദുകൾക്കില്ല എന്നും പറഞ്ഞു. സക്കരിയ സലാഹിയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞ വാദം തെറ്റാണ് എന്ന് ഞാൻ തെളിയിച്ചു തന്നു. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമില്ല എന്ന് സക്കരിയ സലാഹി തന്നെ പറയുന്നത് കേൾപ്പിച്ചു തന്നു. ഇനി സക്കരിയ സലാഹിക്ക് മാത്രമല്ല AP അബ്ദുൽ ഖാദർ മൗലവിയാണെങ്കിലും അങ്ങനെ ഒരു വാദവുമായി വന്നാൽ അവർക്ക് മറുപടി പറയുന്നത് മുജാഹിദുകൾ തന്നെയായിരിക്കുമെന്നും പറഞ്ഞു. ഒരിക്കലും ആ രൂപത്തിലുള്ള നിലപാട് മുജാഹിദുകൾക്കില്ല എന്നും പറഞ്ഞു. KKPയും കൂട്ടരും കട്ടുമുറിച്ച ക്ലിപ്പിംഗ് കേട്ട് തെറ്റിദ്ധരിച്ചവരെ ഇനി പറയൂ, എന്തിനീ അനാവശ്യ വിവാദം? ആട്ടിനെ പട്ടിയാക്കി തെറ്റിദ്ധരിപ്പിച്ച്
കുത്തിത്തെരിപ്പുണ്ടാക്കുന്നവരെ പരലോകം പ്രസംഗിക്കാനുള്ളതല്ലോ. നാഥ, ഞങ്ങളുടെ കരം നിന്നിലേക്ക് ഉയർത്തുകയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ആദർശ പ്രബോധന രംഗത്ത് പ്രമാണം വളച്ചുകെട്ടില്ലാതെ സത്യസന്ധമായി പറയുന്ന പണ്ഡിതന്മാർക്കെതിരെയുള്ള ഏത് കുൽസിത ശ്രമവും നീ തകർക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ബഹുമാന്യ പണ്ഡിതൻ ഹുസൈൻ സലഫിയുടെ കാലിക പ്രസക്തമായ ചില പ്രഭാഷണങ്ങളുടെ പ്രസക്ത ഭാഗം കൂടെ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് MT വിഷൻ പുറത്തിറക്കുന്ന പ്രാർത്ഥന പടപ്പുകളോടില്ല, പടച്ചവനോട് മാത്രം എന്ന ഡോക്യുമെന്ററിയുടെ പാർട്ട് 2 ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് ആരോപണമാണെന്ന് ഇതാ നിങ്ങൾക്ക് അക്കമിട്ടുകൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. കേട്ടോളൂ. ഇതിന്റെ 18ാമത്തെ പേജിൽ കാണാം. സാന്ദർഭികമായി ഒരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അഹ്സനിമാര് കേട്ടോ, അനുയായികൾ കേട്ടോ, ഇനിയും പറയണ്ട. മുജാഹിദുകളെ സംബന്ധിച്ച് സാന്ദർഭികമായ ഒരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. തൗഹീദി പ്രബോധന രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ മുന്നേറ്റത്തിന് മുമ്പിൽ പകച്ചു നിന്ന പൗരോഹിത്യം ഓരോ കാലത്തും പുതിയ അടവുകളും ദുർവ്യാഖ്യാനങ്ങളുമൊക്കെയായി രംഗത്ത് വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുന്നിൽ വെച്ച് പൂർവീകരുടെ മാർഗത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ വാലും തലയും മുറിച്ച് വികൃതമാക്കി ജനസമക്ഷം അവതരിപ്പിച്ചും പിടിച്ചു നിൽക്കാൻ പൗരോഹിത്യം ശ്രമിച്ചിട്ടുമുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താനുള്ള വിഫല ശ്രമം മാത്രമായി അവ കലാശിച്ചു. കേട്ടോ, കേരള ജംഇയ്യത്തുൽ ഉലമ ഇതാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത്തരം ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന ആരോപണം. കേട്ടോ, കേരള ജംഇയ്യത്തുൽ ഉലമ ഇതാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത്തരം ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന ആരോപണം. ഇസ്ലാഹി പണ്ഡിതന്മാരുടെ പേരിൽ കളവ് കെട്ടിച്ചമച്ചു പറയുന്നതിൽ കുപ്രസിദ്ധി നേടി കുബൂരി മടവൂരികൾക്കിടയിലും അവരുടെ വാലാട്ടികൾക്കിടയിലും കേളിക്കേട്ട KKP അബ്ദുള്ള പുസ്തകരചനയിലൂടെയും ഡോക്യുമെന്ററിയിലൂടെയും ഇസ്ലാഹി പണ്ഡിതന്മാർ ശിർക്ക് പ്രചരിപ്പിക്കുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വർഷങ്ങൾ പാടുപെട്ടിട്ടും 2011 അവസാനത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ പ്രസിദ്ധീകരിച്ച ജിന്ന് പിശാജ് റുഖിയ ശറഈയ എന്ന പുസ്തകത്തിന്റെ 18-19 പേജുകളിൽ അത് ആദർശവിരോധികൾ പടച്ചുണ്ടാക്കിയ കേവലം ആരോപണമാണെന്ന് വ്യക്തമാക്കിയത് കുബൂരി മടവൂരികൾക്കും അവരുടെ വാലാട്ടികൾക്കും കനത്ത പ്രഹരം തന്നെയാണ്. അൽഹംദുലില്ലാ, സത്യം പറയുന്നവരെ അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും, തീർച്ച. കേട്ടോ, കേരള ജംഇയ്യത്തുൽ ഉലമ ഇതാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത്തരം ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന ആരോപണം. ഇതാരോപണമാണെന്ന് ഞങ്ങളുടെ പണ്ഡിത സംഘടന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നാളെ സ്റ്റേജും കെട്ടി ഈ ആരോപണവുമായി നടക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, എന്ത്? നിങ്ങൾ എടുത്തു ചാടി തീരുമാനമെടുത്താൽ പലപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങൾ ഖേദിക്കേണ്ടി വരും. വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തുൽ ഹുജറാത്തിലൂടെ, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. ഓ വിശ്വാസികളെ, ഇൻജാഅകും ഫാസിഖുൻ, നിങ്ങളുടെ അടുക്കൽ ഒരു ദുർവൃത്തനായ മനുഷ്യൻ വന്നാൽ, ഒരാൾ നിങ്ങളുടെ അടുക്കൽ വരുന്നു, എന്തുകൊണ്ട്? ബിനബഇൻ, ഒരു വാർത്തയുമായി വന്നാൽ, കേട്ടപാടെ അതങ്ങ് പാടി നടക്കണ്ട, കേട്ടപാടെ അതങ്ങ് പ്രചരിപ്പിക്കാൻ നോക്കണ്ട. ഫതബയ്യനൂ, അതിനെപ്പറ്റി അറിഞ്ഞന്വേഷിക്കണം, വിശദമായി അതിനെ സംബന്ധിച്ച് അറിഞ്ഞിട്ടല്ലാതെ പറയാൻ പോകരുത്. എന്നുവെച്ചാൽ ഈ മൂപ്പര് എന്നെ കൊണ്ട് ഓരോരുത്തരെയും വിളിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ പോകുമ്പോ ഓരോരുത്തരും MM മദനിന്റെ വീട്ടിലെത്തിയപ്പോ പറയുന്ന MM മദനി വിളിച്ചിട്ട് ആ പുറത്ത് ഗേറ്റിലുണ്ട് KKP നിൽക്കുന്നത്, നിങ്ങളെ കാണാൻ വന്നതാണ്.
എന്നിട്ട് ഞാൻ നേരിട്ട് ചെന്ന് KKP ആണെന്ന് പറഞ്ഞ് ഏത് KKP എന്ത് KKP എന്തിനാ വന്നതെന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയും ചിലപ്പോൾ നമ്മൾ പറഞ്ഞൊന്നും കേൾക്കില്ല വരും. അങ്ങനെ നമ്മളെ വിളിക്കുകയും അവിടെ മറ്റേ ഇതിന്റെ ലൈബ്രറിയിൽ ഇരുത്തുകയും ചെയ്ത് പുളിക്കല്ല്. എന്നിട്ട് അവിടുന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന CD അരമണിക്കൂറിലധികം നമ്മളുടെ ലാപ്ടോപ്പിൽ വെച്ച് കാണുകയും ഞങ്ങൾ പറയുന്നത് മുഴുവനും കേൾക്കുകയും എഴുതി വെക്കുകയും ചെയ്തു. ഇത് ചിലക്ക് എമ്മതി ഞങ്ങൾ പറഞ്ഞത് കേൾക്കാൻ ഇയാള് സന്നദ്ധനായത് പടച്ചനെ പഠിച്ചിട്ടൊന്നല്ല, സലഫി പറഞ്ഞപ്പോ സ്വീകരിച്ചതാ. അങ്ങനെ തന്നെ AP-ന്റെ അടുത്ത് പോയപ്പോ ബസ്സിൽ AP-ന്റെ അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞത് ഇയാൾ ഇടപെട്ടിട്ടാണ്. AP-ന്റെ അടുത്ത് പോയപ്പോ ഓരോ സ്ഥലത്തുനിന്നും നമ്മൾ എത്തുന്ന എവിടെത്തി ഇങ്ങോട്ട് വിളിക്കും, വ്യക്തി എന്നാ നിങ്ങൾ പോയിക്കോളൂ, വേറെ ആരുമില്ല അവിടെ എന്ന് വരെ ഫോണിൽ നിരന്തരം വിളിച്ചിട്ട് 10-40 പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുത്തിയതൊക്കെ, അതായത് എല്ലാ പ്രവർത്തനം ഞാൻ നിങ്ങളോട് ആരോടും എല്ലാം പറയാൻ കഴിയുമെന്ന് വെച്ച് പറയാറില്ല. ഈ വിഷയത്തിൽ വളരെ ഇൻവോൾവ് ആയിരുന്നു, നമ്മളെക്കാളും താല്പര്യം ഉണ്ടായിരുന്നു, നമ്മളെക്കാളും ശ്രമിച്ചിരുന്നു. ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് വർക്ക് ഇവിടെ മറ്റേ ഇതിന്റെ ലൈബ്രറിയിൽ ഇരുത്തുകയും ചെയ്ത് പുളിക്കല്ല്. എന്നിട്ട് അവിടുന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന CD അരമണിക്കൂറിലധികം നമ്മളുടെ ലാപ്ടോപ്പിൽ വെച്ച് കാണുകയും ഞങ്ങൾ പറയുന്നത് മുഴുവനും കേൾക്കുകയും എഴുതി വെക്കുകയും ചെയ്തു. ഇത് ചിലക്ക് എമ്മതി ഞങ്ങൾ പറഞ്ഞത് കേൾക്കാൻ ഇയാള് സന്നദ്ധനായത് പടച്ചനെ പഠിച്ചിട്ടൊന്നല്ല, സലഫി പറഞ്ഞപ്പോ സ്വീകരിച്ചതാ. ശരി. അല്ല ഞാൻ വിചാരിച്ചെന്തോ നിങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ല നിങ്ങൾ പറഞ്ഞല്ലോ സലഫിനോട്. എങ്ങനെ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടലില്ല, ഫോണിലോ സംസാരിക്കും മടിയാണെന്നൊക്കെ പറഞ്ഞു. അത് മൂപ്പരുടെ ഒരു ഇതാണ് നേരിട്ട് പറയാന്നുള്ളത്. മൂപ്പർക്ക് ആരെയും അത്ര വിശ്വാസമില്ല നിലക്കാണ്. പിന്നെ അല്ല മൂപ്പരത് പറയുന്നുണ്ട് ഫോണിൽ പറയണ്ടേയില്ല, ഫോൺ ചോർത്താൻ വരെ ചെയ്യാലോ. അല്ല മൂപ്പര് നിങ്ങളോടോ ഇങ്ങനെ വിളിച്ചിരുന്നത് അതോ ഒപ്പല്ല ആളുകളോടോ? എങ്ങനെ നിങ്ങളാ വിളിച്ചിരുന്നത് അതോ ഒപ്പല്ല ആളുകളോ നിങ്ങളെ കാണാൻ പോകുമ്പോ? ഇല്ല, മൂപ്പര് ഇങ്ങോട്ട് വിളിക്കലാണ്. നമ്മളെ ഇവിടുത്തെ ബന്ധപ്പെട്ട പിന്നെ പയ്യന്നൂർ ടീമും ഞങ്ങളെല്ലാം പോകുമ്പോ ഞങ്ങൾ എവിടെത്തി എന്നൊക്കെ ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കാൻ നടക്കും. പക്ഷെ നേതാക്കളെല്ലാം വിളിച്ച് ഒരിക്കലും അവരതിന് സമയം കണ്ടെത്തലൊക്കെ മൂപ്പരുടെ ഇതായിരുന്നു. അല്ലാതെ നമ്മൾ പോയ ഈ 10-50-60 പണ്ഡിതന്മാരെ മുഴുവനായിട്ട് കാണാൻ കഴിയുമോ? അത് പരമാവധി രാവിലെ പോയിട്ട് രാത്രി വരെ ഒരു 10-20 ആളെയൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കാണാനൊക്കെ ഇയാള് സാധിക്കുന്നത് വരെയാണ്. അല്ലെ ഞാനെന്താ പറഞ്ഞ എനിക്കിതൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ മൂപ്പര് മൂപ്പര് എന്നല്ല നേതാക്കന്മാരൊക്കെ അവരെ സ്ഥാനം. അല്ല അവസാനം അത് മാത്രല്ല, സെൻട്രലിൽ ഇവരൊക്കെ ഗ്രൂപ്പ് യോഗം എന്ന് പറയുന്ന ആരോപണം നടത്തിയതിൽ മൂപ്പരാണ് നേതൃത്വം വഹിച്ചത്. മൂപ്പരാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂരിഷനെയും പിന്നെ മറ്റേ ഇയാളെയും എന്തെന്നാ അബ്ദുൽ ഖാദർ എരഞ്ഞിക്കലിനെയും നാണിയാജിനെയും അങ്ങനെ പ്രമുഖരായ എല്ലാ നേതാക്കളെയും പിന്നെ പണ്ഡിതന്മാരെയും ഒക്കെ എത്തിച്ചത്. എത്രത്തോളം ഹനീഫനടക്കം ഇങ്ങോട്ട് കൊണ്ടെത്തിച്ചത് മൂപ്പരല്ലേ? അതില് നമ്മളെന്തിനാ വിളിക്കണ്ട്? നമ്മളെന്ത് നമ്മളെ വിളിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അയാളെ ചെയ്യാൻ കഴിയോ? അല്ല, അപ്പൊ അയാൾ തന്നെ അതെല്ലാം ആസൂത്രണം ചെയ്തോ. എന്നിട്ട് അയാള് എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിപ്പിച്ച് അവസാനം അവിടുത്തെ ഒരു വികാരവും ആ യോഗ തീരുമാനമൊക്കെ എഴുതി വെക്കുക. ഇപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും പോവാമെന്ന് പറഞ്ഞാൽ നേരത്തെ നൽകി പോവുകയും പിന്നെ ഇത് പുറത്തറിഞ്ഞപ്പല്ലേ മറ്റൊരു കൊളാക്കുന്നു. പിന്നെ ഇയാൾക്ക് കീഴടങ്ങാനുള്ള ഒന്നും ചെയ്യാൻ കഴിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഓ ജനങ്ങളെ, നിങ്ങൾ ഊഹങ്ങളെ സൂക്ഷിക്കണേ. ഊഹാപോഹത്തിന്റെ പിന്നാലെ പോകരുത്, റൂമറുകളുടെ പിന്നാലെ പോകരുത്. കാരണം അത് അധികവും തമ്പിച്ച കളവാണ്. വാർത്തകളിൽ ഏറ്റവും പെരുങ്കളവായിരിക്കും അത്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ടിട്ട് അത് പ്രചരിപ്പിക്കാൻ നടക്കരുത്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള വാർത്തകൾ കേട്ട് വിശ്വസിച്ചിട്ട് അതിലേക്ക് എടുത്തു ചാടിയിട്ട് തീരുമാനമെടുത്തിട്ട് പല സംഗതികളിലും കുടുങ്ങിപ്പോകാറുണ്ട്. അങ്ങനെ നിങ്ങൾ കാര്യത്തിന്റെ നിജസ്ഥിതി അറിയാതെ പ്രതികരിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അൻതുസീബൂ ഖൗമാ, ചില വാർത്തകളൊക്കെ നിങ്ങളങ്ങ് വിശ്വസിച്ചിട്ട് ചില ജനങ്ങൾക്കെതിരെ നിങ്ങൾ ചില നടപടിക്കൊരുങ്ങും, ചില ആളുകൾക്കെതിരെ നിങ്ങൾ ചില നടപടിക്കൊരുങ്ങും. അങ്ങനെ നിങ്ങളോട് ആരെങ്കിലും വന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ പറ്റി നീ തെറ്റിദ്ധരിച്ചിട്ട് അയാൾക്കെതിരെ നടപടിക്കൊരുങ്ങിയാൽ, അയാൾക്കെതിരെ പ്രശ്നമുണ്ടാക്കാൻ മെനക്കെട്ടാൽ
എന്ത് ചെയ്യും? പിന്നെ കാര്യം നിനക്കങ്ങ് ബോധ്യമാകുമ്പോ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ, നിങ്ങളാ എടുത്തു ചാടി തീരുമാനമെടുത്തതിന്റെ പേരിൽ നിങ്ങൾ അതിന്റെ ആ കാര്യം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള ചെയ്തികളുടെ പേരിൽ പിന്നീട് നിങ്ങൾ വല്ലാതെ ഖേദിക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് എടുത്തു ചാടിയിട്ട് വേണ്ടാത്തത് ഓരോന്ന് കേൾക്കുമ്പോ അതിന്റെ പിന്നാലെ കൂടിയിട്ട് അതിന്റെ ഒപ്പം കൂടികളായിട്ട് വേണ്ടാത്തതിന്റെ പ്രചാരകരായി പോകണ്ട. അതിനു വേണ്ടി കേട്ടപാടെ ആ രൂപത്തിലങ്ങ് കൃത്യമായിട്ട് പ്രതികാര നടപടിക്കും ഒരുങ്ങണ്ട. ചിന്തിക്കണം. ആദർശ ദൃഢതയുള്ളവരാകണം. ഊഹാപോഹങ്ങൾ കൊണ്ട് പലരും നടക്കുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഇതാ പിളരാൻ പോവുകയാണ്, അബ്ദുറഹ്മാൻ സലഫി വേറെയാണ്, സക്കരിയ സലാഹി വേറെയാണ് എന്നും പറഞ്ഞ് സക്കരിയ സലാഹി ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നയാളാണെന്ന് പച്ചക്കള്ളം സക്കരിയ സലാഹിയുടെ പേരിൽ പറഞ്ഞ്, അതുപോലെ തന്നെ ഒട്ടേറെ കളവുകൾ പണ്ഡിതന്മാരുടെ പേരിൽ പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് രണ്ടാക്കാൻ നോക്കുന്ന കുബുദ്ധികളെ, മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ആ വഴിയിലേക്ക് നീങ്ങില്ല. കേരള ജംഇയ്യത്തുൽ ഉലമ അതിനുറച്ച തീരുമാനങ്ങൾ അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒപ്പിട്ട പണ്ഡിതന്മാരുണ്ട്. അവർക്കാർക്കും ഒരു തർക്കവുമില്ലാതെ വെറുതെ അവരുടെ പേരിൽ നിങ്ങൾ ഓരോന്ന് വിളിച്ചു പറയണ്ട. MT വിഷൻ പുറത്തിറക്കുന്ന അടുത്ത ഡോക്യുമെന്ററി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംഘടനാ നയത്തിനും പ്രഖ്യാപിത ആദർശത്തിനും വിരുദ്ധമായി ഔദ്യോഗിക പരിവേഷം ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരസ്പര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഖുർആൻ ഹദീസ് ദുർവ്യാഖ്യാനങ്ങളിലൂടെ ഒരു എത്തിനോട്ടം. മനുഷ്യനിർമ്മിതമായ സങ്കല്പങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും ചരിത്രത്തിലെന്നും അല്പായുസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വാചക കസർത്തുകൾ കൊണ്ടും അക്ഷരങ്ങളുടെ മായാജാലങ്ങൾ കൊണ്ടും അല്പകാലം അത് പിടിച്ചു നിൽക്കും. പിന്നീട് അവകൾക്കെല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലെ അഗാധ സുഷുപ്തിയാണ് കാലം വിധിച്ചിട്ടുള്ളത്.